എനിക്ക് മതിയായ സന്തോഷമുണ്ട്. ഇന്ന് രാത്രിയിൽ നിങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. സ്വതന്ത്രം ഒരിക്കൽ കൂടെ നിങ്ങളുടെ മുഖം കാണുവാൻ, ഒരുമിച്ച് നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നൽകി തരുന്ന നല്ല സാവകാശങ്ങൾക്കായി സ്വതന്ത്രം. വിശേഷാൽ ഇന്ന് അനുഗ്രഹീതമാകുന്ന രീതിയിൽ മീറ്റിംഗ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കർത്താവിന്റെ അഭിഷിക്ത ദൈവരാശിക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്തു. തന്റെ പ്രവർത്തനത്തെയും തന്റെ കുടുംബത്തെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്വതന്ത്രം. ഒപ്പം തന്നെ ഇന്ന് മീറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വതന്ത്രം ആമേൻ. വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള രാത്രി വന്ദനത്തെ അറിയിക്കുന്നു. കർത്താവ് ഇന്ന് രാത്രി നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. അനുഗ്രഹീതമായ ഒരു ആരാധന ദൈവം നമുക്ക് നൽകി തന്നു. സ്തോത്രം. പാടിയ സഹോദരിയെ പൈതലിനെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതിലും മികച്ച രീതിയിൽ, മനോഹരമായ രീതിയിൽ ആത്മീയ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കാൻ അനുഗ്രഹിക്കപ്പെട്ട് ഒരു ടീമാക്കി ദൈവം അവളെ വളർത്തട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പാടുന്നത് ഒരു പ്രത്യേക കൃപ തന്നെയാണ്. സ്തോത്രം. ആമേൻ. എല്ലാവർക്കും പാടാൻ ആഗ്രഹമുണ്ട്, പക്ഷെ പാടിയാൽ ആമേൻ ആർക്കും ഇരിക്കാൻ പറ്റുകയില്ല. പക്ഷെ അവൾ കുഞ്ഞ് ആത്മനിറവോടെ പാടിയതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്ത് തലമുറകളിൽ ദൈവം അവളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിലെ അല്പനേരത്തെ ധ്യാനത്തിനായി നമുക്ക് വളരെ സുപരിചിതമായ ഒരു വേദഭാഗത്തേക്ക് നിങ്ങളുടെ വിലയേറിയ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുന്നു. ഒരിക്കൽ കൂടെ പറയാം, വെള്ളിയാഴ്ചത്തെ പ്രാർത്ഥന ഇന്ന് രാത്രിയിൽ ഒരു സൂം മീറ്റിംഗിൽ പങ്കെടുത്തു പോയി എന്നുള്ളതിൽ അല്ല. സ്തോത്രം. നാം ഇരിക്കുന്ന സ്ഥലങ്ങളിൽ ദൈവ സാന്നിധ്യം അനുഭവിച്ചറിയുന്നവർ ആത്മാവിൽ ആരാധിക്കുവാൻ, ആമേൻ സ്തോത്രം, നമ്മുടെ ആമേൻ അനുഭവിച്ചറിയുന്ന ദൈവ സാന്നിധ്യത്തിന് നിറവിൽ പ്രത്യക്ഷമായി തന്നെ ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയെ തീരേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിലെ ആമേൻ അല്പനേരത്തെ ധ്യാനത്തിനായി വളരെ പരിചയമുള്ള, നമുക്ക് അനേക പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ള ഒരു വേദഭാഗത്തേക്ക് നിങ്ങളുടെ വിലയേറിയ ശ്രദ്ധ ക്ഷണിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 12-ാമത്തെ അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം ഇന്ന് രാത്രിയിലെ ചിന്തയ്ക്കായി നമുക്ക് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 11-ാം അധ്യായം അതിന്റെ 12-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം. വചനം ഇങ്ങനെ എഴുതിയിരിക്കുന്നു: പത്രോസിന് സുബോധം വന്നിട്ട് കർത്താവ് തന്റെ ദൂതനെ അയച്ച് ഹെരോദാവിന്റെ കയ്യിൽ നിന്നും യഹൂദ ജനത്തിന്റെ സകല പ്രതീക്ഷയിൽ നിന്നും എന്നെ വിടുവിച്ചു എന്ന് ഞാൻ ഇപ്പോൾ വാസ്തവമായി അറിയുന്നു എന്ന് അവൻ പറഞ്ഞു. സഹോദരൻ, ഒരിക്കൽ കൂടെ വായിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി പുസ്തകം 12-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം. പത്രോസിന് സുബോധം വന്നിട്ട് കർത്താവ് തന്റെ ദൂതനെ അയച്ച് ഹെരോദാവിന്റെ കയ്യിൽ നിന്നും യഹൂദ ജനത്തിന്റെ സകല പ്രതീക്ഷയിൽ നിന്നും എന്നെ വിടുവിച്ചു എന്ന് ഞാൻ ഇപ്പോൾ വാസ്തവമായി അറിയുന്നു എന്ന് പറഞ്ഞു. അനുഗ്രഹിക്കപ്പെട്ട നല്ല വേദവചനത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ വാക്യം ദൈവാത്മാവ് എന്റെ ഉള്ളിൽ നൽകി തന്നപ്പോൾ ഞാൻ തിരിച്ച് ചിന്തിച്ച്, എന്റെ മനസ്സിൽ ചിന്തിച്ച ഒരു ചിന്ത ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാം. അയ്യോ, ഒത്തിരി പ്രസംഗങ്ങൾ കേട്ട ഭാഗമാണിത്. ഈ മീറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ബൈബിളുകളിലോ ഡയറികളിലോ ഈ പ്രസംഗത്തിന്റെ കുറിപ്പുകൾ 1, 2, 3 അല്ല, അധികമായി ഉണ്ട് എന്ന് എനിക്ക് നല്ലവണ്ണം അറിയാം. പക്ഷേ ദൈവാത്മാവ് എന്നോട് നൽകി തന്നൊരു ദൂതെന്തെന്നറിയാമോ? ആമേസ്തോത്രം. 2 കാരണങ്ങൾ ഇന്ന് രാത്രി ദൈവത്തിന് പ്രവർത്തിപ്പാനുണ്ട്. ഒന്ന്, ആമേൻ സ്തോത്രം, ഹെരോദാവിന്റെ കയ്യിൽ നിന്ന്. 2, യഹൂദ ജനത്തിന്റെ പ്രതീക്ഷയിൽ നിന്ന്. ഈ 2 വ്യക്തികളിൽ നിന്ന്, അല്ലെങ്കിൽ 2 പർട്ടിക്കുലർ മേഖലകളിൽ നിന്ന് വാസ്തവമായി അനുഭവിച്ചറിയുന്ന ഒരു വിടുതൽ തരാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. കരങ്ങളെടുത്ത് കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. ഇന്ന് രാത്രിയിലെ മീറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ദൈവജനത്തോട് പരിശുദ്ധാത്മാവിൽ പ്രവചിച്ചു പറയുക. ചിലരെയൊക്കെ കാണാൻ സാധിക്കുന്നുള്ളെങ്കിലും നിങ്ങളുടെ മുഖത്ത് നോക്കി ഞാൻ പരിശുദ്ധാത്മാവിൽ വിളിച്ചു പറയുക. ഇന്ന് രാത്രി പ്രാർത്ഥനയുടെ ഈ രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടുമ്പോൾ ഇന്നലകളിൽ നിന്നെ പിടിച്ചു കെട്ടാൻ നോക്കിയ അധികാര മണ്ഡലങ്ങളിൽ മേൽ, ജനസമൂഹത്തിന് മേൽ, ഇന്ന് രാത്രി ദൈവത്തിന്റെ കരം ചലിക്കാൻ തുടങ്ങുന്നു. വിശ്വസിക്കുന്നവർ കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. ഏതോ ഒരു മനുഷ്യന്റെ കരം ചലിക്കാൻ പോകുന്നു എന്നല്ല ഇന്ന് രാത്രി ദൈവസഭയോട് പറയാനുള്ളത്. ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവന് വേണ്ടി, വാഴ്ചത്വമുള്ളവന് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ മഹത്വത്തിനായി, ദൈവത്തിന്റെ പ്രവർത്തിക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. നോക്കൂ, അപ്പോസ്തല പ്രവൃത്തിയുടെ കാലത്ത് നടന്ന ദൈവപ്രവൃത്തി ഇന്ന് നടക്കുമോ ബ്രദറെ എന്ന് ചോദിച്ചാൽ അനുഭവം കൊണ്ട് വിളിച്ചു പറയുക. രക്ഷിക്കപ്പെട്ട ദൈവവൈതൽ എവിടെ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുന്നു
ആത്മാവിൽ അഭിഷേകം പ്രാപിച്ചവൻ എവിടെ ആത്മാവിൽ ആരാധിക്കുന്നുവോ അവിടെയൊക്കെ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി നിൽക്കുന്നത് ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ രഹോബോത്ത് മിനിസ്ട്രിയിൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവജനത്തോട് ദൈവസ്നേഹത്തിൽ വിളിച്ചു പറയാം, ഇന്ന് രാത്രി നമുക്കൊരു പുറപ്പാടിന്റെ രാത്രിയാ. Praise the Lord. ഇന്ന് രാത്രി ഒരു ചലനത്തിന്റെ രാത്രിയാ. ഇന്ന് രാത്രി പുറത്തു വരുന്ന രാത്രിയാ. എവിടെങ്കിലും അടയ്ക്കപ്പെട്ടു പോയെങ്കിൽ, എവിടെങ്കിലും നിന്റെ വാക്തത്വങ്ങളോ നന്മകളോ സക്കായി പോയി എന്ന് തോന്നുന്നെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയുന്നു, ആമേൻ, യഹോവയുടെ ദൂതനിറങ്ങി ആമേൻ പുറത്തു കൊണ്ടുവരുന്ന രാത്രി എത്ര ഇത്. സ്തോത്രം. ഈ അപ്പോസ്തല പ്രവർത്തന പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ഞാൻ പ്രസംഗിക്കുന്നിടത്തൊക്കെ ഇതിന് ചെറിയൊരു ഷോർട്ട് മെസ്സേജ് പോലെ തുടക്കം എന്ന് പറയാറുണ്ട്. സ്വത്രം ഒന്നുകൂടെ ഞാൻ പറയാം. സ്വത്രം വൈദ്യനായിരിക്കുന്ന ലൂക്കോസിനാൽ രചിക്കപ്പെട്ട് പുസ്തകമാണ് അപ്പോസ്തല പ്രവൃത്തി. നമുക്ക് നല്ലവണ്ണം അറിയാം. സ്വത്രം 1-ാമത്തെ അധ്യായം തൊട്ട് നമ്മൾ വായിക്കുമ്പോൾ സാധാരണക്കാരായ മീൻപിടുത്തക്കാരായ സാമാന്യ വിദ്യാഭ്യാസമുള്ള ഏകദേശം 120 പേര് സ്വത്രം കാത്തിരിക്കുമ്പോൾ, ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ കർത്താവ് ഒരു വാഗ്ദത്തം അവർക്ക് കൊടുത്തു. 1-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യത്തിൽ ഒരു വാഗ്ദത്തം കൊടുത്തു. എന്താ വാഗ്ദത്തം? എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും. ആർക്കാ ദൈവം വാഗ്ദത്തം കൊടുത്തത്? വലിയ IPS ഉദ്യോഗസ്ഥർക്കല്ല ദൈവം വാഗ്ദത്തം കൊടുത്തത്. ഏതെങ്കിലും മത നേതാക്കന്മാർക്കല്ല വാഗ്ദത്തം കൊടുത്തത്. പിന്നെയോ ദൈവപ്രവൃത്തിക്ക് വേണ്ടി അവന്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്ന അഭിഷക്തരുടെ മുഖത്ത് നോക്കിയിട്ട് പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ ദാനത്തെ കൈമാറും. ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന അഭിഷക്തരോട് ഇന്ന് രാത്രി ഞാൻ പറയാം, ഇന്ന് രാത്രി ദൈവമുഖത്തേക്ക് നിങ്ങൾ നോക്കുന്നെങ്കിൽ, അവന്റെ ശബ്ദത്തിൽ നിങ്ങൾ ചെവി കൊടുക്കുന്നെങ്കിൽ, ഒരു ദൂത് ഞാൻ പറയാം, ഒരു പ്രവാചകന്റെ കൈവയ്പില്ലാതെ പുറത്തു നിന്ന് ഒരാൾ നിന്റെ അടുക്കലേക്ക് വരാതെ ഇന്ന് രാത്രി ആത്മാവ് നിന്നെ എടുത്ത് കൈമാറുവാൻ യേശുവിന്റെ നാമത്തിൽ നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്നത് എന്താ? അയ്യോ കർത്താവ് ഒരു അഭിഷേകത്തിന് എന്റെ അടുക്കലേക്ക് അയക്കണേ, എന്റെ തലയിൽ കൈവയ്ക്കണമേ. എന്നാൽ ഇന്ന് രാത്രി ആ തിരുത്തി പ്രാർത്ഥിച്ചു പറയുക, അഭിഷക്തന്മാർ വാഗ്ദത്തമുള്ള ദൈവസഭ എവിടെ ഇരിക്കുന്നോ അവിടെ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നിറങ്ങും. അവൻ ആത്മാവിനെ നിറയാൻ തുടങ്ങും. സ്തോത്രം, സ്തോത്രം. അടുത്തിരിക്കുന്നവൻ ആരാധിച്ചില്ലെങ്കിലും, എന്റെ മുൻപിലിരിക്കുന്നവളും പുറകിലിരിക്കുന്നവളും ആരാധിച്ചില്ലെങ്കിലും, ആത്മനിറവ് അകത്തുള്ളവൾ ആത്മാവിൽ ആരാധിച്ചുകൊണ്ടിരിക്കും. അവർക്ക് ചുറ്റും നടക്കുന്നതൊന്നും അവന് പ്രശ്നമല്ല. ഇന്ന് പ്രാർത്ഥിച്ചപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചത് ഇങ്ങനെയാ, ആദിമ നൂറ്റാണ്ടിൽ പ്രാർത്ഥിച്ചതുപോലെ, ആരാധിച്ചതുപോലെ ഒരു കാലം ഞങ്ങൾക്ക് മടക്കി തരണം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ രഹോബോത്ത് മിനിസ്ട്രിയിൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ 19 ലിവീസിനെ നോക്കി ഞാൻ പ്രവചിച്ചു പറയുന്നു, അവൻ മടി കൂടാതെ ദൈവത്തെ ആരാധിക്കുന്ന ഒരു അഭിഷേക വൃന്ദം ഈ ഗ്രൂപ്പിൽ പുറത്തു വരട്ടെ എന്ന് ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പ്രവചിക്കുകയാണ്. സ്തോത്രം. എല്ലായിടത്തും ടൈം ലിമിറ്റ് വന്നു കഴിഞ്ഞു. എല്ലായിടത്തും സമയം ഇല്ലായ്മ വെളിപ്പെടുത്തി തുടങ്ങി. പക്ഷെ ഇന്ന് രാത്രി ഞാൻ പറയാം, രഹോബോത്ത് മിനിസ്ട്രിയിൽ മണിക്കൂറുകൾ ഇന്ന് രാത്രി ലീഡ് ചെയ്യുന്ന അഭിഷേക ദൈവദാസിയോട് ഞാൻ ദൂത് പറയാം. അവൻ കേട്ടതുകൊണ്ട് ദൂത് പറയാൻ ഇന്ന് രാത്രി ദൈവം തന്ന ദൂത് ഞാൻ വേഗത്തിൽ അത് തുടക്കത്തിൽ തന്നെ പറയാം. അവൻ മണിക്കൂറുകൾ അവൻ ചെയിൻ പോലെ മീറ്റിങ്ങുകൾ ഇതിനകത്ത് നടക്കാൻ പോകുന്നുവെന്ന് ആത്മാവിന്റെ ശുശ്രൂഷകൾ ഒരു സൂം മീറ്റിംഗ് കട്ട് ചെയ്യാതെ അടുത്ത മീറ്റിംഗിലേക്ക് ജോയിൻ ചെയ്യത്തക്ക രീതിയിൽ ദൈവത്തിന് ആത്മാവ് നിങ്ങളുടെ ശുശ്രൂഷയെ വിശാലതയിലേക്ക് നയിക്കാൻ പോകുന്നു എന്ന് പുറത്തു നിന്നുള്ള ശുശ്രൂഷകളില് ഇതിനകത്ത് നിന്ന് പ്രവചിക്കുന്ന സഹോദരിമാർ, വെളിപ്പാട് കാണുന്നവർ, വചനത്തിന് വെളിപ്പാട് കൈമാറുന്നവർ, ഇതിനകത്ത് നിന്ന് എഴുന്നേറ്റ് നിന്ന് ശുശ്രൂഷിക്കുന്ന നാളുകൾ വരാൻ പോകുന്നു എന്ന് ഇതിനകത്ത് ഞാൻ പരിശുദ്ധാത്മാവിൽ പ്രവചിക്കട്ടെ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. അപ്പൊ സാധാരണക്കാരായ ഒരു മിനിറ്റ് ഇവിടെ വൈദ്യുതിയുടെ ചെറിയൊരു ബുദ്ധിമുട്ട് നേരിടുന്നു. സ്തോത്രം. നോക്കിക്കേ, 1-ാമത്തെ അധ്യായത്തിന്റെ
സ്തോത്രം. 1-ാമത്തെ അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ വാഗ്ദത്തം കൊടുത്തത് നമുക്കറിയാം. എന്താ വാഗ്ദത്തം? എന്നാൽ പരിശുദ്ധാത്മ നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും എല്ലായിടത്തും. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ പ്രിയമുള്ളവരെ, സ്തോത്രം, ദൈവം ദൂതുകൾ കൈമാറുന്നത് നിറം നോക്കിയിട്ടല്ല. ദൈവം ദൂതുകൾ കൈമാറുന്നത് വീടിന്റെ വലിപ്പം നോക്കിയിട്ടല്ല. ദൈവം ദൂതുകൾ കൈമാറുന്നത് സ്തോത്രം വാഹനത്തിന് വലിപ്പം നോക്കിയിട്ടല്ല. സാധാരണക്കാരോട് അന്ന് ദൈവത്തിന് ദൂത് കൈമാറിയെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയാം, മനുഷ്യൻ പലതിനും മാർക്കിടുമ്പോൾ പരിധിയില്ലാതെ അനുഗ്രഹിക്കുന്ന ദൈവത്തിന് പ്രവർത്തിക്കാൻ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. 1-ാമത്തെ അധ്യായത്തിൽ ഒരു വാഗ്ദത്തം ലഭിച്ചു. വാഗ്ദത്തം കിട്ടിയവരെന്താ ചെയ്തേ? നമ്മൾ ചിലർ ചെയ്യുന്നത് പോലെ ഡയറിക്കകത്ത് എഴുതി വെച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങിയതല്ല. അവരവരുടെ വാഗ്ദത്തങ്ങളെ 10 ഗ്രൂപ്പുകളിലേക്ക് പറഞ്ഞു നടന്നതല്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രാർത്ഥന കൂട്ടായ്മയ്ക്ക് ആ പ്രാർത്ഥനാ വിഷയം ടെൻഡർ കൊടുത്തതല്ല. അവര് ചെയ്തത്, അവർ ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇന്ന് രാത്രി ഇതിനകത്ത് ഒരുമനപ്പെട്ട് പ്രാർത്ഥന ആരംഭിച്ചവർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. ഇന്നലകളിൽ മുടങ്ങിക്കിടന്ന പ്രാർത്ഥനകളെ ഒരുമനപ്പെട്ട് വീണ്ടും പ്രാർത്ഥിച്ചു തുടങ്ങിയവരോട് ഇന്ന് രാത്രി ഞാൻ പ്രവചിച്ചു പറയുന്നു, ഇന്നലകളിൽ ദൈവം തന്ന നിന്റെ ദൂതുകളെ അതിന് ജീവൻ കൊടുത്ത് നീ ഇരിക്കുന്നിടത്ത് എത്തിച്ചു തരാൻ ദൈവം വിശ്വസ്തനാ. സ്തോത്രം. നമ്മുടെ നാട്ടിലെ പോസ്റ്റ്മാൻ ചിലപ്പോൾ വീട് മാറുമായിരിക്കാം, അല്ലെങ്കിൽ അയക്കുന്ന മെയിലുകൾ പലർക്കും മാറി കിട്ടിയേക്കാം. പക്ഷെ ദൈവം തന്റെ ദൂത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ദിക്ക് മാറി പോകത്തില്ല. നീ എവിടെ കിടന്നാലും ദൈവത്തിന് വാഗ്ദത്തം നീ ഇരിക്കുന്നിടത്തെത്തിയിരിക്കും. സ്തോത്രം. കെരീത്ത് തോട്ടിന്റെ തീരത്തിരിക്കുന്ന ഭക്തനെ തേടി ഇസ്രായേൽ മുഴുവൻ കാക്ക കരഞ്ഞുകൊണ്ട് നടന്നില്ല. അവൻ ഇരുന്നിടത്തേക്ക് ആ പക്ഷി അവൻ ആഹാരമായി എത്തിയെങ്കിൽ ഇതിനകത്ത് ഞാൻ പ്രവചിച്ചു പറയാം, നിന്റെ വീട്ടിനകത്ത് നീ ഇരിക്കുന്ന രാജ്യത്ത്, നീ ഇരിക്കുന്ന സ്ഥലത്ത് ദൈവത്തിന്റെ മഹത്വം ഇന്ന് രാത്രി ഇറങ്ങി നിൽക്കാൻ പോകുന്നതിനായി ആമേൻ പറയാൻ പറ്റും ഇന്ന് രാത്രി. Praise the Lord. Hallelujah. സ്വതന്ത്രം. നോക്കിക്കേ, ഒരിക്കലും ഒരു ദൈവദാസൻ ഇങ്ങനെ പറഞ്ഞ്, നമ്മുടെയൊക്കെ നാട്ടിൽ കാക്കകൾ ഇഷ്ടം പോലെ നടക്കുന്നുണ്ട്. അവിടെ റാവൻസ് എന്ന് പറയുന്ന പക്ഷിയ ഏകദേശം 2-2.5 കിലോ വെയിറ്റ് വരെ 3 കിലോ വെയിറ്റ് വരെ കൊത്തിയെടുത്ത് പറക്കാൻ കഴിയുന്ന കാക്കയേക്കാൾ അല്പം വലിപ്പമുള്ള പക്ഷി. അതിന്റെ കയ്യിൽ കൊടുത്തിരിക്കുന്ന ഈ ആഹാരം കൊണ്ട് അവൻ കരഞ്ഞ് നിലവിളിച്ച നാട് മുഴുവൻ അലഞ്ഞു നടന്നില്ല. അവൻ അലഞ്ഞു നടക്കാതെ ആ സാധനം കിട്ടിയിടത്ത് നിന്ന് എവിടെയാണോ കൊടുക്കേണ്ടുന്നത് അവിടെ രാവിലെയും വൈകുന്നേരവും കൃത്യമായി എത്തിച്ചു കൊടുക്കുവാൻ ദൈവം കൽപ്പിച്ച ഒരു പക്ഷിക്ക് സാധിച്ചു എങ്കിൽ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെട്ട് ആത്മാവിനാൽ നിറയപ്പെട്ട് അഭിഷേകം പ്രാപിച്ച ദൈവസഭയെ നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, ദൈവം പറഞ്ഞ വാഗ്ദത്തം തെറ്റിപ്പോകത്തില്ല. അത് നിന്റെ വീട്ടിൽ, നിന്റെ കരത്തിൽ എത്തിച്ചേരാൻ ദൈവം ഇന്ന് രാത്രി വിശ്വസ്തന. വിശ്വസിക്കുന്നവർ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങണം. സ്തോത്രം. 1-ാമത്തെ അധ്യായം കാത്തിരിപ്പിന്റെ അധ്യായമാണ്. നമ്മള് ഒരു തലമുറയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്, ഒരു ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്, ശുശ്രൂഷയുടെ അടുത്ത ഒരു തലത്തിലേക്ക് പ്രവേശിക്കേണ്ടതിന് കാത്തിരിക്കുന്നവരുണ്ട്. പല മേഖലകളിൽ കാത്തിരിക്കുന്നവർ ഇന്ന് രാത്രിയിൽ എന്നെ കാണുന്നുണ്ട്. അവരോടെല്ലാം ഇന്ന് രാത്രി ഒറ്റ ദൂതേ പറയാനുള്ളൂ, ഒരുമനപ്പെട്ട് പ്രാർത്ഥന ആരംഭിക്കുന്നെങ്കിൽ നിന്റെ കാത്തിരിപ്പ് നീണ്ടുപോകത്തില്ല. നിന്റെ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് ദൈവം തന്നെ വാഗ്ദത്തം നിവർത്തിക്കുവാനിടയായി തീരും. ഇത് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി ആമസ്തോത്രം. കാത്തിരുന്നവർ മുഷിഞ്ഞു പോയില്ല. കാത്തിരുന്ന് മടുത്തുപോയില്ല. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ അവർ ഒരുമിച്ച് മാളിക മുറിക്കകത്ത് ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ വീടിന് വെളിയിൽ അവർ പാർക്കുന്ന, അവർ ഇരിക്കുന്ന മുറിക്ക് വെളിയിൽ യെരൂശലേം നഗരം പെന്തക്കോസ്ത് നാളിന്റെ പെരുന്നാളിന്റെ ആഘോഷ തിമിർപ്പിൽ അവരിങ്ങനെ ആരവാരം മുഴക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇതാ ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഒരു 120 പേര്. എന്താ സംഭവിച്ചത് എന്നാൽ അവിടെ വചനം എഴുതിയിരിക്കുന്നു, യെരൂശലേമിൽ ഉത്സവം ആചരിക്കുന്ന പുരുഷാരത്തിന്റെ ശബ്ദത്തെക്കാൾ വലിയ മുഴക്കം അവരിരുന്നു വീട്ടിനകത്തുണ്ടായെങ്കിൽ ഇന്ന് രാത്രി നിങ്ങളോട് പറയാം, നിങ്ങളുടെ വീട്ടിനകത്ത് ദൈവാത്മാവിന്റെ മുഴക്കം വെളിപ്പെടാൻ തയ്യാറാകണം. ഇന്നത്തെ നമ്മുടെ വീടുകളിലോ, ഇന്നത്തെ പല വീടുകളിലും വൈകുന്നേരങ്ങളിൽ സ്തോത്രം മറ്റു പല ശബ്ദങ്ങളുമാ മുഴങ്ങുന്നേ.
ടെലിവിഷന്റെ ശബ്ദമോ, മൊബൈലിന്റെ ശബ്ദമോ, കാര്യം പറച്ചിലിന്റെ ശബ്ദമോ. പണ്ടൊക്കെ സന്ധ്യാപ്രാർത്ഥന എന്ന് പറയുന്ന ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു പല വീടുകളിലും. 6:30-7 മണിക്കകത്ത് വെച്ച് എല്ലാ ജോലിയും തീർത്തു വെച്ച് ഓടി വന്ന് പായെടുത്തിട്ട് കുടുംബമായി പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾ ഉണ്ടായിരുന്നു. അവരൊക്കെ ഇന്ന് ദേശത്ത് അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയാം, വീട്ടിൽ പ്രാർത്ഥനയുണ്ടെങ്കിൽ പ്രാർത്ഥനയുടെ മറുപടിയും അവിടെ തന്നെ വെളിപ്പെടാൻ തുടങ്ങും. നമുക്ക് വേഗത്തിൽ പോകാം. 1-ാമത്തെ അധ്യായത്തിൽ അവർ കാത്തിരുന്നു. അവിടെ വചനം എഴുതിയിരിക്കുന്നത് 2-ാമത്തെ അധ്യായം തുടങ്ങുന്നത് അവർ പ്രാർത്ഥിച്ച വിഷയത്തിന് മറുപടിയുമായിട്ടാണ്. ഞാൻ ഇന്ന് രാത്രി നിങ്ങളോട് ചോദിക്കട്ടെ, അബ്രഹാം കാത്തിരുന്നിട്ട് വാഗ്ദത്തം പ്രാപിച്ചു. ജോസഫ് ദർശനം കണ്ടിട്ട് അത് നിവർത്തിയായോ? നിവർത്തിയായി. അങ്ങനെയെങ്കിൽ എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ നമ്മൾ എന്താ വായിക്കുന്നത്? 12-1 സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമ്മുടെ ചുറ്റും നിൽക്കുന്നത് കൊണ്ട് ഇതിനകത്ത് നിങ്ങളുടെ മുഖത്ത് നോക്കി തെളിഞ്ഞ സന്തോഷത്തോടെ പറയാം, അവൻ ഇന്നലകളിൽ നിന്നോട് പറഞ്ഞ, നമ്മോട് പറഞ്ഞ വിലയേറിയ വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി ഇടതടവില്ലാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദൈവജനത്തോട് ഞാൻ പറയാം, നിന്റെ പ്രാർത്ഥനയുടെ മറുപടി തരുന്ന ഒരു 2-ാമത്തെ അധ്യായം നമുക്കുണ്ട്. ആമേൻ. അത് യഹൂദനെതിരെ നിന്നാലും, പരീശന്മാരെതിരെ നിന്നാലും, സദൂക്യന്മാർ നിനക്കെതിരെ സംസാരിച്ചാലും, ആരൊക്കെ നിന്നെ ഒതുക്കി കളയാൻ നോക്കിയാലും വാഗ്ദത്ത നിവൃത്തിയുള്ള 2-ാമത്തെ അധ്യായം ദൈവവചനത്തിൽ ഉണ്ട്. സ്തോത്രം. ചിലപ്പോൾ സ്വന്തം സഹോദരന്മാരായിരിക്കുന്നവർ പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞേക്കാം. അവൻ തുച്ഛമായ വിലയ്ക്ക് നിന്നെ ഒറ്റുകൊടുത്തേക്കാം, വിറ്റ് കളഞ്ഞേക്കാം, അടിമച്ചന്തയിലേക്ക് മാറ്റി നിർത്തിയേക്കാം. പോത്തിഫറിന്റെ വീട്ടിൽ നീ പരിഹസിക്കപ്പെട്ടേക്കാം, നിന്ദിക്കപ്പെട്ടേക്കാം. എന്നാൽ അവിടെയെല്ലാം ഭക്തൻ പറഞ്ഞ വാക്കുണ്ട്, മനുഷ്യ നിനക്കെന്റെ വഴി അടയ്ക്കാൻ കഴിയും, പക്ഷേ എന്നോട് പറഞ്ഞ വാഗ്ദത്തത്തെ തടയാൻ കഴിയത്തില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, 11 സഹോദരന്മാര് എത്രയൊക്കെ കിണഞ്ഞ് ശ്രമിച്ചിട്ടും ജോസഫിന്റെ ദർശനത്തെ തൊടാൻ അവർക്ക് പറ്റിയില്ല. ദൈവം കൊടുത്ത വാഗ്ദത്തത്തെ തൊടാൻ അവർക്ക് പറ്റിയില്ല. അപ്പൊ ഇന്ന് രാത്രി ശത്രു എത്ര വാലെ കുത്തി പൊങ്ങിയാലും, അവൻ എവിടൊക്കെ വഴിയടച്ച് കാണിച്ചാലും, ആരൊക്കെ നിനക്കെതിരെ അപവാദം പറഞ്ഞു പൊങ്ങിയാലും, ഒറ്റ കാര്യം മനസ്സിലാക്കിക്കോ, നീ എത്ര തുള്ളിയാലും എന്നോട് പറഞ്ഞ വാഗ്ദത്തെ ദർശനത്തെ തൊടുവാൻ നിനക്ക് സാധിക്കത്തില്ല പിശാചേ. ഇതിനകത്ത് ദൈവസഭ തിരിച്ചറിയുന്നുണ്ടോ? ഇന്നലകളിൽ ദൈവം നിങ്ങൾക്ക് തന്ന വാഗ്ദത്തങ്ങളെയോ ദൈവം നിങ്ങൾക്ക് തന്ന ദർശനങ്ങളെയോ തകർത്ത് കളയുവാൻ ലോകത്തിലെ ഒരു അധികാര മണ്ഡലത്തിനും ഒരു ദുഷ്ടശക്തിക്കും സാധിക്കത്തില്ല എന്ന് പറയുമ്പോൾ എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയും? സ്തോത്രം. ചില കാലതാമസങ്ങൾ നേരിട്ടേക്കാം. അതുകൊണ്ട് ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായത്തിൽ ജോസഫ് പറയുന്നൊരു വാക്കുണ്ട്, നിങ്ങൾ എന്റെ നേരെ ദോഷം വിചാരിച്ചു, എന്നാൽ എന്റെ ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് നന്മയായി തീരേണ്ടതിന് അതിനെ എനിക്ക് ഗുണമാക്കി തീർത്തു. ഇന്നലകളിൽ ശത്രു അടച്ചു വെച്ചതിനെ, കാലതാമസം വരുത്തി വെച്ചതിനെ നിനക്ക് ഗുണമാക്കി തീർക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ദൈവത്തിന് സ്തോത്രം പറയാൻ പറ്റുമോ? സ്തോത്രം. എന്റെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവം ഞാൻ നിങ്ങളോട് പറയാം. ചില നാളുകൾക്ക് മുമ്പ്, ഒരു 2 മാസം മുൻപ്, സ്തോത്രം, കുവൈറ്റിൽ നിന്ന് ഒരു സഹോദരി എന്നെ വിളിച്ചു. അവളുടെ ഹസ്ബൻഡും ഉണ്ട്. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദറെ, എന്റെ ജോലി നഷ്ടപ്പെട്ടു പോയി. ആ ഹോസ്പിറ്റലിൽ എനിക്ക് നല്ല ശമ്പളം ഉണ്ടായിരുന്നു. പക്ഷേ എന്റെ ഹെഡായിട്ട് വന്ന ഒരു സഹോദരി, അവൾ എന്റെ നിറം നോക്കി, എന്റെ രാജ്യത്തിന്റെ പേര് നോക്കി എനിക്ക് നേരെ പ്രശ്നങ്ങൾ കൊണ്ടുവന്നു. ആ ഹോസ്പിറ്റലിൽ നിന്ന് എന്നെ പുറത്താക്കി. പക്ഷെ അവിടേക്ക് ഞാൻ ചെല്ലുമെന്നുള്ളത് ദൈവത്തിന്റെ ദർശനമായിരുന്നു. അങ്ങനെയാണ് ഞാൻ അവിടെ ചെന്നത്. ഞാൻ ആ ഹോസ്പിറ്റൽ യൂണിഫോം ദർശനം കണ്ടതാ ബ്രദറെ എന്ന് പറഞ്ഞ് അവൾ കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ ഒറ്റ കാര്യമേ അവളോട് പറഞ്ഞുള്ളൂ, സഹോദരി, ദൈവം നിനക്ക് തന്ന ദർശനത്തെ അവൾക്ക് തൊടാൻ കഴിയത്തില്ല. സ്തോത്രം. നിന്നെ പുറത്താക്കി നിനക്ക് തോന്നിയേക്കാം, പക്ഷെ ദൈവം നിന്നെ തിരിച്ചവിടെ പോസ്റ്റ് ചെയ്യും. മാത്രമല്ല, കഴിഞ്ഞ 4 മാസമായി നീ ജോലി ഇല്ലാതെ വീട്ടിലിരിക്കുമ്പോൾ ഇനി നീ തിരികെ ആ ഹോസ്പിറ്റലിൽ തന്നെ നിന്നെ ദൈവം ആക്കി തീർക്കാൻ പോകുന്നത് ഇന്നലകളിൽ പ്രാപിച്ച ശമ്പളത്തിന്റെ ഇരട്ടി തുകയിലായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ 4 മാസത്തെ പെൻഡിങ്ങും കൂടെ തീർക്കത്തക്ക രീതിയിൽ ദൈവം നിന്നെ ഇവിടെ കൊണ്ടുചെന്ന് ആക്കുമെന്ന് പറഞ്ഞപ്പോൾ അവർ ഊറിച്ചിരിക്കാൻ തുടങ്ങി.
ആമേൻ. എന്നാൽ സംഭവിച്ചത് കേൾക്കണോ? അവരെന്നിട്ട് പറഞ്ഞു, ബ്രദറെ അതൊരിക്കലും സംഭവിക്കത്തില്ല. ഇന്നവരെ ആ ഹോസ്പിറ്റലിൽ ആരെയും അങ്ങനെ പുറത്താക്കിയവരെ തിരിച്ചെടുത്തിട്ടില്ല. എന്നാൽ സംഭവിച്ചത് കേൾക്കണോ? ആമേൻ. പറഞ്ഞതിന്റെ 3-ാമത്തെ ആഴ്ചയിൽ അവൾക്കൊരു മെയിൽ വന്നു, എത്രയും പെട്ടെന്ന് നീ ഹോസ്പിറ്റലിന്റെ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെടണമെന്ന് അവൾക്കൊരു മെയിൽ ലഭിക്കാനിടയായി. അവൾ അവിടെ ചെന്നപ്പോൾ അതിന്റെ ഫാക്കൽറ്റി കൂടി, അവിടുത്തെ കമ്മിറ്റി കൂടിയിട്ട് പറഞ്ഞു, 4 മാസം മുമ്പ് പുറത്താക്കിയ ഒരുത്തിയുണ്ട്, അവൾക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു, അവൾ നല്ലൊരു കുട്ടിയാണ്, അവളെ കൊണ്ട് ചെന്ന് നമ്മുടെ ന്യൂറോയുടെ ഹെഡിലേക്ക് അവളെ കൊണ്ട് ഇരുത്തണമെന്ന് അവൾക്കൊരു ഉൾവിചാരം തോന്നി. ഇവളെ തിരിച്ചെടുക്കാനിടയായി. ഒരു നേഴ്സിന്റെ പദവിയിൽ നിന്ന് ന്യൂറോയുടെ ഹെഡിലേക്ക്, ഹെഡ് നേഴ്സിന്റെ പദവിയിലേക്ക് ദൈവം അവളെ കൊണ്ട് പോസ്റ്റ് ചെയ്യിക്കാനിടയായി. എന്നിട്ട് പറഞ്ഞത് കേൾക്കണം ബ്രദറെ, ഇന്നലെകളിൽ ഞാൻ പ്രാപിച്ച സാലറിയുടെ ഇരട്ടി തുക ദൈവം എന്റെ കരത്തിൽ നൽകിയെത്തുന്നു. തീർന്നില്ല, എന്നെ പുറത്താക്കിയവൾ ഇപ്പോൾ എന്നെ മാഡം എന്ന് വിളിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചു. ഇന്ന് രാത്രി പ്രിയമുള്ളവരെ, ഒറ്റ കാര്യമേ എനിക്ക് ഇന്ന് രാത്രി നിങ്ങളോടും പറയാനുള്ളൂ. ദൈവത്തിന് മനുഷ്യന് ചിലപ്പോൾ നിന്നെ വഴി അടച്ചു കളയാൻ തോന്നിയേക്കാം, ചിലപ്പോൾ നിന്നെ ചീത്ത വിളിച്ചേക്കാം, ഒറ്റപ്പെടുത്തിയേക്കാം. പക്ഷെ നിനക്ക് തന്ന ദർശനത്തിൽ നിന്ന് നിന്നെ പുറത്താക്കി കളയാൻ ലോകത്തിൽ ആർക്കും കഴിയത്തില്ല. ദൂത് മനസ്സിലായോ? ആമേൻ. അതുകൊണ്ട് ഇന്ന് രാത്രി ഈ സൂം മീറ്റിംഗിന്റെ ഈ രാത്രി ഏകദേശം 10 മണിയാകുമ്പോൾ ഞാൻ പ്രവചിച്ചു പറയാ, ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികൾക്ക് വേണ്ടി ദൈവസഭ ഒരുമിച്ച് പ്രാർത്ഥിക്കട്ടെ. 2-ാമത്തെ അധ്യായം പ്രാർത്ഥനയുടെ മറുപടിയുടെ അധ്യായമാണ്. നമ്മൾ അങ്ങനെ പറഞ്ഞു പോയാൽ, നേരത്തെ പ്രാർത്ഥിച്ച സഹോദരി പറഞ്ഞു, കർത്താവേ ഞങ്ങൾക്ക് 4 മണിക്കൂർ ആരാധിക്കണം. ഞാനിങ്ങനെ സൂം മീറ്റിംഗ് 4 മണിക്കൂറൊക്കെ കൊണ്ടുപോകും. എനിക്ക് ഒത്തിരി സന്തോഷമാണ്. കാരണം ദൂരെ ഏറ്റെടുക്കുന്നവരുടെ ഇടയിൽ പ്രസംഗിക്കാൻ ഒത്തിരി സന്തോഷമാണ്. ചിലരൊക്കെ ക്ഷമിക്കണം കേട്ടോ, ചില സൂം മീറ്റിങ്ങിനൊക്കെ നമ്മൾ ചെന്ന് കഴിയുമ്പോൾ ഒരു മനുഷ്യന് അനങ്ങത്തില്ല, ഇങ്ങനെ ഇരിക്കുന്ന കാണാം, എല്ലാവരും ഇങ്ങനെ ഒറ്റയിരിപ്പ. പക്ഷെ നിങ്ങൾ ദൂത് ഏറ്റെടുക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ പ്രസംഗിക്കുന്നവർക്ക് ഒത്തിരി സന്തോഷമാണ്. പ്രൈസ് ദി ലോർഡ്. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. 4 മണിക്കൂർ 5 മണിക്കൂറൊക്കെ ചിലപ്പോ പോയെന്ന് വന്നേക്കാം. വേഗത്തിൽ നമുക്ക് മടങ്ങി വരാം. പോകത്തില്ല, ആരും കട്ട് ചെയ്ത് പോകണ്ട. സ്തോത്രം. 2-ാമത്തെ അധ്യായം എന്തായിരുന്നു അറിയാമോ? ആത്മനിറവിന്റെ അധ്യായമാ. കാത്തിരുന്ന് പ്രാർത്ഥിച്ചവർ നിറവ് പ്രാപിച്ച അധ്യായമാണ് 2-ാമത്തെ അധ്യായം. അപ്പൊ ഇന്നത്തെ പ്രാർത്ഥനയിൽ ഇരിക്കുന്നവർ ഞാൻ ചോദിക്കട്ടെ, എന്റെ ദൈവം നിങ്ങളുടെ വീട് ശൂന്യമാക്കുന്ന ദൈവമല്ല, ദൈവം നിറയ്ക്കുന്ന ദൈവമാണ്. ദൈവസഭയെ ദൈവം നിറയ്ക്കുന്ന ദൈവമാണ്. കൃപാവരങ്ങളെ നിറയ്ക്കുന്ന ദൈവമാണ് ഇന്ന് രാത്രിയുള്ള. ശത്രു വരുന്നത് മുടിക്കാനും അറുക്കാനും മുടിപ്പാനും ശത്രു വരുമ്പോൾ, കള്ളനായി അവൻ കയറി വരുമ്പോൾ, ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന എന്റെ യേശു കർത്താവ് അവൻ നിറയ്ക്കുന്നവനാ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഈ മീറ്റിംഗിൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന 27 പേരോടും ദൈവാത്മാവിൽ പറയാം, നിങ്ങൾ ഇരിക്കുന്ന വീട് ആത്മാവിന്റെ നിറവനുഭവിക്കുന്ന ദൈവഭവനങ്ങളായി മാറുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. നിങ്ങളുടെ സിറ്റ് ഔട്ടിലേക്ക് ഒരാൾ കയറി വരുമ്പോൾ, നിങ്ങളുടെ വീടിന്റെ ഹാളിലേക്ക് ഒരാൾ പ്രവേശിക്കുമ്പോൾ, നിങ്ങളുടെ കിച്ചണിലേക്ക് ഒരാൾ വരുമ്പോൾ, നിങ്ങളുടെ ബെഡ്റൂമിലേക്ക് ഒരാൾ വരുമ്പോൾ, അവർ പറയുന്ന വാക്ക്, അയ്യോ ദൈവ സാന്നിധ്യം ഇവിടെ ഉണ്ട്, ഞങ്ങളത് അനുഭവിച്ചറിയുന്നു എന്ന് പറയത്തക്ക രീതിയിൽ ആത്മാവിന്റെ നിറവ് നിങ്ങളുടെ വീട്ടിൽ വെളിപ്പെട്ടു വരാൻ പോകുന്നു എന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 2-ാമത്തെ അധ്യായം അവർ നിറവ് പ്രാപിച്ച അധ്യായമാണ്. വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ച അധ്യായം. 3-ാമത്തെ അധ്യായം പറഞ്ഞ വേഗത്തിൽ നമുക്ക് തിരികെ വരാം. 3-ാമത്തെ അധ്യായത്തിന്റെ പ്രത്യേകത എന്താ? 2-ാമത്തെ അധ്യായത്തിൽ നിറവ് പ്രാപിച്ചവൻ, അഭിഷേകം പ്രാപിച്ചവൻ കൈ കൊടുക്കുന്ന വിഷയം ജീവൻ പ്രാപിക്കാൻ തുടങ്ങും. സ്തോത്രം. 1-ാം അധ്യായത്തിൽ അവരെന്തിനു പ്രാർത്ഥിച്ചു? നിറവിന് വേണ്ടി അവര് പ്രാർത്ഥിച്ചു. 2-ാമത്തെ അധ്യായത്തിൽ ആ നിറവ് അവർക്ക് കിട്ടി. 3-ാമത്തെ അധ്യായത്തിൽ നിറവ് പ്രാപിച്ചവൻ കൈവച്ച വിഷയം എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി പഠിച്ചിട്ട് ജോലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരോട് ഞാൻ പറയാം, നീ പഠിച്ചു വെച്ച സർട്ടിഫിക്കറ്റിന് മുകളിലേക്ക് അധികാരത്തോടെ കൈവച്ച് ഇന്ന് രാത്രി ഒന്ന് പ്രവചിച്ചു പറ, എനിക്ക് യേശുവിന്റെ നാമത്തിൽ ജോലി മടങ്ങി വരട്ടെ, നന്മകൾ ഉണ്ടാകട്ടെ എന്ന് ഇന്ന് രാത്രി പ്രവചിച്ച് നീ പറയുന്നെങ്കിൽ, യെഹെസ്കേൽ പ്രവാചകൻ പ്രവചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അസ്ഥിത്താഴ്വരയിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടതുപോലെ ഇന്ന് രാത്രി വിശ്വാസത്തോടെ കൈവച്ച് പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് ജീവന്റെ തുടിപ്പ് ആരംഭിക്കാൻ തുടങ്ങും.
സ്വതന്ത്രം. അത് സർട്ടിഫിക്കറ്റ് മുകളിലുമല്ല, തലമുറ സംബന്ധമായി, ജോലി സംബന്ധമായി, കൃപാവര സംബന്ധമായി, വിദ്യാഭ്യാസ സംബന്ധമായി, സ്പോൺസർഷിപ്പ് സംബന്ധമായി, നല്ല അഡ്മിഷൻ സംബന്ധമായി നിനക്ക് എവിടെയാ പഠിക്കേണ്ടുന്നത് ഇതിനകത്ത് വിശ്വാസത്താൽ കൈവച്ചു പ്രാർത്ഥിക്കുക. അതിന് ദൈവത്തിന് മഹത്വം വെളിപ്പെടും. പത്രോസും യോഹന്നാനും കൂടെ പ്രാർത്ഥിക്കാൻ വേണ്ടി ആലയത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ ആലയത്തിന്റെ വാതിൽക്കൽ ഭിക്ഷയാചിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മുടന്തൻ, ജന്മന മുടന്തനായിരിക്കുന്ന വചനം എഴുതിയിരിക്കുന്നത്. സ്തോത്രം. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അവൻ വല്ലതും കിട്ടുമെന്ന് കരുതി അവരെ നോക്കി. ഇന്ന് രാത്രി മീറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന, ലീഡ് ചെയ്യുന്ന, ഈ മീറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ദൈവജനത്തോട് ഞാൻ പറയാം, വല്ലതും കിട്ടുമെന്ന് കരുതി ആയിരിക്കാം അവർ നിങ്ങളുടെ അടുക്കൽ വന്നത്. പക്ഷെ ഇന്ന് രാത്രി ഞങ്ങൾക്ക് കൈമാറുവാൻ ഭൗതിക നന്മകളൊന്നുമല്ല, ഞങ്ങൾക്ക് കൈമാറുവാൻ ഒരു ആത്മാവിന്റെ കൃപാവര ശുശ്രൂഷയുണ്ട്. ഇന്ന് രാത്രി ഭൗതിക നന്മയ്ക്ക് വേണ്ടി ഇതിനകത്ത് ആരും ഇരിക്കരുത്. ഒറ്റ കാര്യമാ പരിശുദ്ധാത്മാവിലേക്ക് കൈമാറുവാനുള്ളത്, ഒരു പുതിയ ദൈവകൃപയുടെ അഭിഷേകത്തിന് വ്യാപാരം ഇതിനകത്ത് ഞാൻ നിങ്ങൾക്ക് കൈമാറാൻ താല്പര്യപ്പെടുക. നസ്രയനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വെളിപ്പാട് കാണുന്ന കണ്ണുകൾ ഇതിനകത്ത് തുറന്നു വരട്ടെ. വചനത്തിന് വെളിപ്പാടുകളെ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾക്ക് തുറന്നു തരട്ടെ. നിന്റെ നാവിന്റെ കെട്ടുകളെ അടിച്ച് ഇതിനകത്ത് ചിലർക്ക് ദൂതുകളെ കൈമാറുവാൻ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ആത്മാവിന്റെ നിറവ് നിന്നെ വെളിപ്പെട്ടു വരട്ടെ. ചിലതിനെ വിളിച്ച് എഴുന്നേൽപ്പിക്കുന്ന അഭിഷേകത്തിന് ശുശ്രൂഷ ഇതിനകത്ത് പരിശുദ്ധാത്മാവ് ഇതിനകത്ത് ചിലർക്ക് കൈമാറാൻ തുടങ്ങുകയാണ്. യേശുവിൻ അധികാരമുള്ള നാമത്തിൽ അഷ്കരാദികൾ കമലഘടകത്തിൽ പ്രാർത്ഥിക്കുന്നവൻ, അഭിഷേകം പ്രാപിക്കുന്നവൻ എവിടെ കൈവയ്ക്കുന്നുവോ അവിടെ ഒരു ചലനം വെളിപ്പെടാൻ തുടങ്ങും. സ്വന്തം വിശ്വാസത്തിൽ വന്നതുകൊണ്ട് ചിലര് നമ്മളെ നോക്കി പറഞ്ഞൊരു കാലമുണ്ട്, അയ്യോ നീ പെന്തക്കോസ്തിൽ പോയ ഒറ്റ കാരണം കൊണ്ട് ഞങ്ങൾ മുടിഞ്ഞുപോയി എന്ന് പറഞ്ഞ ഒരു കാലഘട്ടം പുറകിലുണ്ടായിരുന്നു. പക്ഷെ ഒറ്റ കാര്യം എനിക്കറിയത്തുള്ളൂ, ആത്മാവിൽ നിറഞ്ഞ് ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ, ദൈവവചനത്തോട് കൂടുതൽ അടുക്കാൻ തുടങ്ങിയപ്പോൾ, നീ കൈവയ്ക്കുന്ന മേഖലകൾ ഒരു ചലനം തുടങ്ങിയെങ്കിൽ നീ ചെന്ന് കയറുന്ന വീട്ടിനകത്ത് ഒരു ആത്മാവിന്റെ ചലനം വരാൻ ഇതിനകത്ത് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുകയാണ്. അഭിഷേകം പ്രാപിച്ചവർ അന്യഭാഷയിൽ നിന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, ഇനി പരസ്യയോഗങ്ങളിൽ ഞാൻ റോഡിൽ ഇറങ്ങി നിൽക്കുമ്പോൾ, ഇനി ഞാൻ ഒരാളുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ, ഇനി ഞാൻ ഒരാളുമായി ഫോണിൽ സംസാരിക്കുമ്പോൾ എന്റെ സംസാരത്തിന്റെ ടോൺ മറ്റൊരാളുടെ ചെവി മുഴങ്ങേണ്ടുന്നത് ഒരു ആത്മാവിന്റെ ചലനമായി മുഴങ്ങണമെന്ന് പറഞ്ഞ് ആത്മാവിൽ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാട്ടെ. സ്തോത്രം. ഒരു ദൈവ പൈതലിന്റെ ശബ്ദം മറ്റുള്ളവർക്ക് ആശ്വാസം കൊടുക്കുന്ന ശബ്ദമാകണം. അല്ലാതെ നമ്മളെ വിളിച്ചത് അബദ്ധമായി പോയല്ലോ എന്ന് അവർ പറയേണ്ടയാകരുത്. ഞാൻ പലപ്പോഴും പറയുന്നൊരു കാര്യം ഞാൻ പറയാം. ഒരിക്കല് ഒരു സഹോദരിക്ക് ക്യാൻസർ രോഗത്താൽ ഭാരപ്പെടുകയാണ്. അവര് ട്രിവാൻഡ്രത്ത് ആർസിസിയിൽ പോയി റിസൾട്ട് ഒക്കെ വാങ്ങി വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോൾ ആ ആന്റിയുടെ രണ്ട് പ്രാർത്ഥനാ സഹോദരികളെ, അവർ മൂന്നുപേരും കൂടെ എപ്പോഴും ഏത് വിഷയം പ്രാർത്ഥിക്കുന്നു. അപ്പൊ അവരോട് പറഞ്ഞു, നിങ്ങൾ എന്റെ വീട്ടിലേക്ക് വാ, ഞങ്ങൾ ട്രിവാൻഡ്രത്ത് നിന്ന് വന്നു, കുറച്ചേരം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. ഈ രണ്ട് സഹോദരിമാരുടെ പെട്ടെന്ന് വീട്ടിലെ ജോലിയൊക്കെ തീർത്തു. രണ്ടുപേരും കൂടെ ഈ ക്യാൻസർ രോഗത്താൽ ഭാരപ്പെടുന്ന ആന്റിയുടെ വീട്ടിൽ ചെന്നു. ആന്റിയും ആന്റിയുടെ ഹസ്ബൻഡും ഇവരെ വിളിച്ചത് പ്രാർത്ഥിക്കാൻ വേണ്ടിയാ. കുറച്ചു നേരം നമുക്ക് ഇരുന്ന് എന്ത് ചെയ്യാം, പ്രാർത്ഥിക്കാം. ഏതിനു വേണ്ടി വിളിച്ച് ഇവര് ചെന്ന് കയറി ഉടനെ ഇവരങ്ങ് ഡോക്ടർമാരായി. അവര് ചെന്ന് കയറി ഒരാൾ ഉടനെ പറഞ്ഞു, എടി ആ റിസൾട്ട് ഇല്ലെങ്കിൽ ഞാനൊന്ന് നോക്കട്ടെ. ഒരു കാരണവും ഇല്ല, ABC കൂട്ടി വായിക്കാൻ അറിയാവുന്ന അറിയത്തില്ല. പക്ഷെ ഇവരങ്ങ് പഠനം ആരംഭിച്ചു. എല്ലാ പേപ്പറുകളും മറിച്ച് അവർ നോക്കാൻ തുടങ്ങി. നോക്കിയിട്ട് ധൈര്യം കൊടുക്കാൻ ചെന്ന ഈ സഹോദരി പറയുക, ഇതേപോലെ അസുഖം വന്ന ഒരാളാ കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ വീടിനടുത്ത് പെട്ടെന്ന് മരിച്ചുപോയി. സ്തോത്രം. അപ്പോ ഈ പ്രാർത്ഥിക്കാൻ വേണ്ടി വയ്യാതിരുന്ന സഹോദരി പറഞ്ഞു, ഇനി നിങ്ങൾ പ്രാർത്ഥിക്കണ്ട, നിങ്ങൾ വന്നത് എനിക്ക് ധൈര്യം തരാനാണോ അതോ വേദന വർദ്ധിപ്പിക്കാനാണോ? വചനം എഴുതിയിരിക്കുന്നത്, എളിയവരെ വാക്കുകൊണ്ട് താങ്ങേണ്ടതിന് യഹോവ എനിക്ക് ആരുടെ നാവ് തന്നിരിക്കുന്നു? അപ്പുറത്തെ കുശുമ്പ് പറയുന്നവളുടെ നാവെന്നല്ല,
കള്ളം പറയുന്നവളുടെ നാമെന്നല്ല, ശിഷ്യന്മാരുടെ നാമം വന്നിരിക്കുന്നു. അപ്പൊ ഇന്ന് രാത്രി മീറ്റിംഗിൽ പങ്കെടുക്കുന്ന നിങ്ങളോട് ഞാൻ പറയാം, നിങ്ങളുടെ നാവ് ആ നാവിൽ ഒരു പ്രത്യേകത, ആ നാവ് ശിഷ്യന്മാരുടെ നാവ. ശിഷ്യന്മാരുടെ നാവിന്റെ പ്രത്യേകത എന്താ? അവര് പ്രസംഗിക്കുന്നിടത്ത് ആരെയും കുറ്റം പറയാറില്ല, അവരാരെയും കളിയാക്കാറില്ല, അവർ ചേർച്ചയില്ലാത്തത് പറയാറില്ല, അവർ സംസാരിക്കുന്ന ഉപ്പിനാൽ രുചി വരുത്തുന്നതും ആത്മീക ഉണർവ് വരുത്തുന്നതും അഭിഷേകത്തിന്റെ വാക്കുകളുമാ. ഇന്ന് രാത്രിയിലും പൊട്ടച്ചിന്റെയും കളിവാക്കുമായി ഇതിനകത്ത് ശുശ്രൂഷയുടെ സീരിയസ്നെസ്സിനെ ചോർത്തിക്കളയുന്ന ദൂതിനെ കളിയാക്കുന്നവരോട് ദൈവാത്മാവിൽ പറയാം, നിന്റെ നാവിനെ അടക്കി ദൈവാത്മാവിനെ കീഴ്പ്പെടേണ്ട സമയമായിരിക്കുകയാ യേശുവിന്റെ നാമത്തിൽ. അപ്പോ നമ്മുടെ നാവിനെ നമ്മൾ ഒത്തിരി സൂക്ഷിക്കണം കേട്ടോ. ആവർത്തിച്ച് പറയാം, നമ്മുടെ നാവിനെ നമ്മൾ സൂക്ഷിക്കണം. വചനം എന്താ പറഞ്ഞിരിക്കുന്നത്? നാവും ഒരു തീ തന്നെ, അത് ചെറിയ അവയവമെങ്കിലും വലിയ കാട് കത്തിക്കുന്നു. ഇന്ന് രാത്രി പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കുന്ന, വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കുന്നവരോട് ഇന്ന് രാത്രി ദൂത് പറയാം, ഈ സൂം മീറ്റിംഗ് കഴിഞ്ഞ് സൂം കട്ട് ചെയ്യുമ്പോ മറ്റുള്ളവരെ വിളിച്ച് കുറ്റം പറയാൻ ഇരിക്കുന്നെങ്കിൽ അവൻ ഈ രാത്രിയിൽ എഴുന്നേറ്റ് പോയിക്കൊള്ളുക. അവൻ നിന്റെ നാവ് ഇനി കള്ളം പറയുന്ന നാവാകരുത്, കുറ്റം പറയുന്ന നാവാകരുത്, മാർക്കിടുന്ന നാവാകരുത്, പരിഹസിക്കുന്ന നാവായി തീരരുത്, ആരുടെയും കള്ളത്തരം വിളിച്ചു പറയാൻ നാവായി തീരരുത്, വീഴ്ച സംഭവിച്ചവരെ കുറിച്ച് വോയിസ് അയക്കുന്ന നാവായി തീരരുത്. ഈ രാത്രി നിന്റെ നാവ് അധികാരത്തിന്റെ നാവത്രേ, അഭിഷേകമുള്ള നാവത്രേ. അതിന് രാത്രി ആത്മാവിനുള്ളിൽ നീ പ്രയോജനപ്പെടുത്തുന്നെങ്കിൽ നിന്റെ ശബ്ദം കേൾക്കുന്നിടത്ത് രോഗികൾ സൗഖ്യമാകാൻ തുടങ്ങും. സ്തോത്രം. പത്രോസൊക്കെ പ്രസംഗിക്കുമ്പോ എവിടെങ്കിലും കുറ്റം പറഞ്ഞ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പൗലോസ് പ്രസംഗിക്കാൻ പോയെടുത്ത് പത്രോസിന്റെ പ്രസംഗത്തെ കുറ്റപ്പെടുത്തിയത് കണ്ടിട്ടുണ്ടോ? പൊട്ടച്ചെല്ല് പറയുന്ന കണ്ടിട്ടുണ്ടോ? അർണരസമാറ് ഇക്കിളി വർത്തമാനം പറയുന്ന കേട്ടിട്ടുണ്ടോ? ഇല്ല. കാരണം എന്താ? അവൻ 2-ാം അധ്യായത്തിൽ മാളിക മുറിക്കകത്ത് പ്രാപിച്ചത് ഒരു തീയുടെ ആത്മാവാ. തീയുടെ ആത്മാവ് ഒരിക്കലും നിസ്സാരമായിട്ടിരിക്കത്തില്ല, അത് ആളി കത്തിക്കൊണ്ടേയിരിക്കും. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി അഭിഷേകം പ്രാപിച്ച ദൈവസഭയോട്, രഹബോത്ത് മിനിസ്ട്രിയോട് ഞാൻ പ്രവചിച്ചു പറയാ, നമ്മളിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി നമ്മുടെ മുറിക്കകത്ത്, നമ്മുടെ വീട്ടിനകത്ത് ഒരു തീയായി വ്യാപരിക്കാൻ തുടങ്ങണം. സ്തോത്രം. കൊട്ടാരക്കരയിൽ രാജപ്പൻ ഉപദേശി എന്ന് പറയുന്ന ഒരു ഉപദേശി ഉണ്ടായിരുന്നു. നിങ്ങൾ അന്വേഷിച്ചാൽ മതി. അദ്ദേഹത്തിന്റെ ഒറ്റ ഗ്ലോറി കൊട്ടാരക്കര ജംഗ്ഷനെ കിടുക്കുമായിരുന്നു. നമ്മൾ എവിടെങ്കിലും നിൽക്കുന്നത് കണ്ടാൽ ദൈവദാസനെ എന്ന് പറയുന്നത് ഒറ്റ ഗ്ലോറി എന്നാണ് പറയുന്നത്. ഗ്ലോറി എന്ന് ഒറ്റ വിളിച്ചാൽ നമുക്ക് എവിടെ നിന്നാലും അറിയാം രാജപ്പൻ ഉപദേശി വന്നിട്ടുണ്ടെന്ന്. സംഭവിച്ചു കേൾക്കണോ? ആ ഒറ്റ ഗ്ലോറിയിൽ ഭൂതങ്ങൾ വിട്ടുപോയിട്ടുണ്ട്, രോഗികൾ സൗഖ്യമായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ എന്റെ കേൾക്കുന്ന അഭിഷക്തരായ ദൈവദാസിമാരോട് ഞാൻ പറയാം, നിങ്ങളുടെ നാവിനെ ദൈവത്തിനാത്മാവ് ഇന്ന് രാത്രി ഒരു രൂപമാറ്റം വരുത്തി ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിക്കാൻ പോകുന്നുവെന്ന് ഇതിനകത്തിനും പ്രവചിച്ചു പറയാം. കരുനാക്കുണ്ടെങ്കിൽ മാത്രമേ നടക്കുന്നൊന്നുമില്ല, അതൊക്കെ ഓരോ വിശ്വാസമാണ്. പക്ഷെ ഇതിനകത്ത് ഒറ്റ കാര്യം പറയാം, കരുനാക്കൊന്നും ഇല്ലെങ്കിലും ദൈവകൃപയുണ്ടെങ്കിൽ നീ പറയുന്നത് അതേപോലെ നടക്കും. സ്തോത്രം. യോശുവ എഴുന്നേറ്റിട്ട് ഒറ്റ കാര്യം, സൂര്യ നീ ഗിബെയോനിലും, ചന്ദ്ര നീ അയ്യലോനും താഴ്വരയിലും നിൽക്ക, ഞാൻ യുദ്ധം ജയിക്കുന്നവരെ വരെ നീ അവിടെ നിൽക്കണം. സ്തോത്രം. സൂര്യൻ ചലിക്കുന്നതിന് നമുക്കറിയാം, ഭൂമിയാ കറങ്ങുന്നേ. പക്ഷെ അഭിഷക്തന്റെ വിശ്വാസത്തോടുള്ള വിളിച്ചു പറച്ചിലിൽ ഭൂമിയുടെ കറക്കം നിന്നെങ്കിൽ ഇന്ന് രാത്രി എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയും? എന്റെ വിശ്വാസത്തിന്റെ വാക്കുകൾക്ക് മുൻപിൽ അവൻ ചിലതിനെ പിടിച്ചു നിർത്തുന്ന അഭിഷേകം നമ്മുടെ നാവിലുണ്ടെന്ന് ഉറപ്പുള്ളവർ അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങും. അതുകൊണ്ടാ വചനം പറയുന്നത്, ഒരു ഉറവയിൽ നിന്ന് എന്ത് വരത്തില്ല? 2 വെള്ളം വരത്തില്ല. നിങ്ങളൊക്കെ ട്രെയിൻ യാത്ര ചെയ്യുന്നവരല്ലേ? ഞാൻ എറണാകുളത്ത് ഒരിക്കൽ വന്നപ്പോ ഒരു അവിടെ എഴുതിയിരിക്കുന്നു, ഒരു പച്ച ബട്ടൺ കൊടുത്തിട്ട് അവിടെ എഴുതിയിരിക്കുന്നു കൂൾ വാട്ടർ. തൊട്ടിപ്പുറത്ത് ഒരു റെഡ് ബട്ടണുള്ള ഒരു ബട്ടൺ അവിടെ എഴുതിയിരിക്കുന്നു ചൂടുവെള്ളം, ഹോട്ട് വാട്ടർ. സ്തോത്രം. രണ്ടിനും 2 ടാപ്പ്. സ്തോത്രം. ഒറ്റ ബോക്സ് ആണ്. എന്നാൽ ഇവർക്ക്
ഈ സ്ഥലം ലാഭിക്കാൻ വേണ്ടി ഒറ്റട്ടാപ്പി കൊടുത്താൽ പോരായിരുന്നു? ദോഷികളാകുന്ന മനുഷ്യർക്ക് ഇത്രയും തോന്നുന്നെങ്കിൽ രക്ഷിക്കപ്പെട്ട നമ്മൾ ഇന്ന് രാത്രി തിരിച്ചറിയണം, കുശുമ്പും കുന്നായ്മയും പറയുന്ന നമ്മുടെ നാവിൽ ദൈവം പ്രവചനവരം തരികയില്ല. കള്ളം പറയുന്നവർ നാവിൽ ദൈവം കൃപാവരം തരത്തില്ല. സ്വത്രം ഇതിനകത്ത് നമ്മൾ ചിലരങ്ങ് പ്രാർത്ഥന, കർത്താവേ എന്നെ അനുഗ്രഹിക്കണേ, ദൂത് തരണേ, പ്രവചിക്കാൻ കൃപ തരണേ എന്ന് പറഞ്ഞ പ്രാർത്ഥനയാ. പ്രാർത്ഥന കഴിഞ്ഞിട്ടോ ഫോൺ കട്ട് ചെയ്തിട്ട് അടുത്തവന്റെ കുറ്റം പറയാൻ ഓടുന്നെങ്കിൽ ഞാൻ ഇന്ന് രാത്രി ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ഇന്ന് രാത്രി നമുക്ക് ക്രമീകരിച്ച് വേഗത്തിൽ മടങ്ങി വരാം. സ്വത്രം നോക്കിക്കേ. അപ്പോ 3-ാമത്തെ അധ്യായത്തിൽ വല്ലതും കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഭൗതിക നേട്ടത്തിന് വേണ്ടി കൈനീട്ടുന്ന മുടന്തൻ. പക്ഷെ അവന് കൈമാറിയത് ഭൗതിക നന്മകളല്ല, അവന് വേണ്ടുന്ന ഒരു ശാരീരിക വിടുതൽ ദൈവം കൈമാറുവാനിടയായി. ഇന്ന് രാത്രി ദൂരെ ഞാൻ പറയാം, സ്വന്തം കടഭാരം മാറാൻ വേണ്ടിയാണ് നീ പ്രാർത്ഥനയ്ക്കിരിക്കുന്നതെങ്കിൽ പരിശുദ്ധാത്മ പറയുന്നു, കടഭാരം മാറുകയല്ല, അത് വീട്ടാനൊരു വഴി ദൈവം നിനക്ക് വേണ്ടി തുറന്നു തരാൻ പോകുന്നുവെന്ന് ഇന്ന് രാത്രി പരിശുദ്ധാത്മ. സ്തോത്രം, ഹല്ലേലൂയ. ഇതാണ് തുടക്കം. പിന്നെ ഇങ്ങോട്ട് വരുമ്പോ പരിശുദ്ധാത്മാവിനെ വ്യാജം കാണിക്കുന്ന ഒരു കുടുംബത്തേക്ക് അറിയാം. അപ്പോ ആരോട് വ്യാജം കാണിക്കരുത്? പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കരുത്. ആദിമസഭയിലെ ദൈവകൃപ ഞങ്ങൾക്ക് തരണേന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോ സൂക്ഷിച്ചോണം. പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചാൽ നമുക്ക് സെല്ല് തുറക്കാനേ സമയം കാണത്തുള്ളൂ, സെമിത്തേരിയൊക്കെ വലുതാക്കേണ്ടി വരും. അപ്പോ നമുക്ക് നല്ലോണം അറിയാം, ഇവർ രണ്ടുപേരും വസ്തു വിറ്റ് പണം കൈ കിട്ടിയപ്പോ ശത്രു ഇവരുടെ കൂടെ വന്നു. ശത്രു വന്നിട്ട് ഇവരുടെ ഹൃദയത്തോട് സംസാരിക്കുകയാണ്, ഇത്രയും പാസ്സൊക്കെ കൊടുക്കണോ? ഇത്രയും കൊടുക്കേണ്ട കാര്യമില്ല, സ്തോത്രം, കുറച്ചു കൊടുത്താൽ മതി. ഇന്ന് രാത്രി ഈ ദൂത് ഞാൻ പറയുമ്പോൾ ഇന്നലകളിൽ കൊടുക്കാൻ വേണ്ടി എടുത്തു വെച്ചിട്ട് മുടങ്ങിയവർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. പരിശുദ്ധാത്മാവിനെ പ്രവചിച്ചു പറയാം, ഒരുവൻ നേർന്നാൽ കൊടുക്കാൻ മടിക്കരുത്, നേരാതിരിക്കുന്നത് ഉത്തമം, നേർന്നാൽ അത് നീ ചെയ്യണം. ഇത് രാത്രി പണസംബന്ധക്കായി മാത്രമല്ല, തീരുമാനമെടുത്തിട്ട് പുറകോട്ട് മാറിയവരിനകത്ത് ഇരിപ്പുണ്ട്. തീരുമാനമെടുത്ത് പ്രാർത്ഥിച്ചിട്ട് പുറകോട്ട് മാറിപ്പോയവർ ഇരിപ്പുണ്ട്. ഇത് രാത്രി പറയാം, തീരുമാനമെടുത്തെങ്കിൽ നിവർത്തിപ്പാൻ നാം ബാധ്യസ്ഥരാണ്. അത് ചെയ്യാത്തത് പാപമാണ്. വചനം എഴുതിയിരിക്കുന്നു, പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. സ്തോത്രം. ഇവിടെ കിടന്ന് റൂം തകർത്ത് പ്രാർത്ഥിച്ചാലും ഇങ്ങനെയുള്ള കുഴപ്പമുണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥന ഈ ടെറസിലിടിച്ച് താഴോട്ട് വരുന്നതല്ലാതെ സ്വർഗത്തിലേക്ക് പോകത്തില്ല. സ്തോത്രം. അവിടെ സംഭവിച്ച് നമുക്ക് നല്ലവണ്ണം അറിയാം. വേഗത്തിൽ പോകാം. 12-ാം അധ്യായം 1-ാമത്തെ വാക്യം. നമുക്ക് 11 മണി വരെ ആണെന്ന് തോന്നുന്നു സമയം, സിസ്റ്ററെ? 11 മണി വരെ. സ്തോത്രം, ഹല്ലേലൂയ. 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 12-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം, അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 12-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. ആ കാലത്ത് എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നു. ആ കാലത്ത് ഹെരോദാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈ നീട്ടി. സ്തോത്രം. മറ്റുള്ള അധ്യായങ്ങളിൽ നിന്ന് 12-ാം അധ്യായം തുടങ്ങുന്നത് ഒരു വ്യത്യസ്തമായ രീതിയിലാണ്. ആ കാലത്ത് എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. ഏത് കാലഘട്ടം എന്നറിയാമോ? ശത്രുവിന് ഇളക്കം തട്ടുന്നത് എപ്പോഴാണെന്നറിയാമോ? പ്രാർത്ഥിക്കുന്ന ദൈവവൈദ്യർ കൃപ പ്രാപിക്കാൻ തുടങ്ങുമ്പോഴാണ്. അപ്പൊ ഇന്ന് രാത്രി നമ്മൾ ആത്മാവിൽ നമ്മുടെ വീട്ടിലൊന്ന് ആരാധിച്ചാൽ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, നിന്റെ പഞ്ചായത്തുള്ള സകല പിശാചുക്കളും ഇളകാൻ തുടങ്ങും. സ്വതന്ത്രം പറയാൻ പറ്റുമോ? റോഡിൽ എതുവഴിയോ ഒരു പന്നി പോയപ്പോ ഒരു ഏറിയയിലെ പട്ടി മുഴുവൻ അന്ന് രാത്രി ഉറക്കം കളഞ്ഞ ചരിത്രം ഞങ്ങൾക്കറിയാം. അങ്ങനെയെങ്കിൽ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവവൈദ്യൻ ആത്മാവിൽ നിന്ന് എഴുന്നേറ്റാൽ ഒരു ദൂത് ഞാൻ പറയാം, ദേശത്തിലെ സകല പിശാചുക്കളുടെ ഇരിപ്പിടം തമ്പുരാൻ ഇളക്കും. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നവരെ പിശാചിനെ പേടിയ. ഹലോ, ആരെയാ പിശാചിനെ പേടി? പ്രാർത്ഥിക്കുന്നവരെ. പെന്തക്കോസുകാരെന്നല്ല ഞാൻ പറഞ്ഞേ, ഏതെങ്കിലും ഒരു പ്രത്യേക സമൂഹമെന്നല്ല ഞാൻ പറഞ്ഞത്, സ്വന്തം സ്നാനപ്പെട്ടവരെന്നല്ല ഞാൻ പറഞ്ഞത്,
ആത്മനിറവോടെ പ്രാർത്ഥിക്കുന്നവൻ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കൽപ്പന പ്രമാണിച്ച് ആത്മാവിൽ ആത്മനിറവ് പ്രാപിച്ചവൻ പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോ, പ്രാർത്ഥനയ്ക്ക് വേണ്ടി അവൻ ശക്തി പ്രാപിക്കുമ്പോൾ ഹെരോദാവിന്റെ ഇരിപ്പിടത്തെ തമ്പുരാൻ ഇളക്കാൻ തുടങ്ങും. സ്തോത്രം. ആ കാലഘട്ടം എന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ ഏതാണ് ആ കാലഘട്ടം എന്ന് നോക്കണമെങ്കിൽ, അറിയണമെങ്കിൽ നമ്മൾ 11-ാം അധ്യായം തൊട്ട് ചിന്തിക്കണം. 11-ാം അധ്യായം ഏത് കാലഘട്ടമാ? 11-ാം അധ്യായം തുടങ്ങുന്നത് എങ്ങനെയാ? ആ കാലത്ത് എന്ന് പറഞ്ഞുകൊണ്ടാ. ഏതാണ് ആ കാലത്ത്? ആ കാലം ഏതാണെന്ന് അറിയണമെങ്കിൽ 11-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം നമ്മളൊന്ന് വായിക്കണം. ജാതികളും ദൈവവചനം കൈക്കൊണ്ടു എന്ന് അപ്പോസ്തലന്മാരും യഹൂദിയയിലുള്ള സഹോദരന്മാരും കേട്ടു. അപ്പൊ നോക്കിക്കേ, സുവിശേഷം എവിടേക്ക് ഇറങ്ങി? സ്വന്തം ജാതികളുടെ ഇടയിലേക്ക് വചനം ഇറങ്ങാൻ തുടങ്ങി. ജാതികളിടയിലേക്ക് വചനം ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ ശത്രു വിറയ്ക്കാൻ തുടങ്ങി. ഇന്ന് രാത്രി പ്രിയമുള്ളവരെ, നീ വചനമായിട്ട് എവിടെങ്കിലും എഴുന്നേറ്റ് നിൽക്കുമ്പോൾ, ഒരു സാക്ഷ്യവചനമായി നീ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ദൈവസഭ, ദൈവകൃപ പ്രാപിച്ചവൾ എവിടെ എഴുന്നേറ്റ് നിന്നാലും അവിടെ ദൈവത്തിന്റെ ആത്മാവിന്റെ ചലനം വെളിപ്പെടാൻ തുടങ്ങും. ഒന്ന്, ജാതികൾ സുവിശേഷം കേൾക്കാൻ തുടങ്ങിയ കാലഘട്ടം. 2, അതിന്റെ 15-ാമത്തെ വാക്യം, അവിടെ നിന്ന് വേണം നമ്മൾ ഇനി മുൻപോട്ട് പോകാൻ. 11-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം, ഞാൻ സംസാരിച്ചു തുടങ്ങിയപ്പോഴേക്കും പരിശുദ്ധാത്മാവ് ആദിയിൽ നമ്മുടെ മേൽ എന്ന പോലെ അവരുടെ മേലും വന്നു. അപ്പൊ ഇന്ന് രാത്രി അഭിഷേകം പ്രാപിച്ച ദൈവസഭയോട് ഞാൻ പറയാം, ഒറ്റയ്ക്കായിരിക്കുന്ന വിശ്വാസത്തിൽ വന്നത്, പക്ഷേ നീ സംസാരിച്ചു തുടങ്ങുമ്പോൾ ആത്മാവ് വ്യാപരിക്കാൻ തുടങ്ങുന്നെന്ന് എത്ര പേർക്ക് ദൂത് മനസ്സിലായി? ഇന്ന് രാത്രി മീറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ദൈവജനത്തോട് ഞാൻ പറയാം, ഈ മീറ്റിംഗ് കഴിഞ്ഞ് നീ ആത്മാവിൽ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ നിന്റെ ശബ്ദം കേൾക്കുന്നവർ ആത്മാവിൽ നിറയാൻ പോകുന്നെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആത്മാവിന്റെ കൈമാറ്റം ദൈവം നിന്റെ ശബ്ദത്തിൽ കൂടെ ചെയ്യാൻ താല്പര്യപ്പെടുന്നെന്ന് പറയുമ്പോൾ എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയും? ഇന്ന് രാത്രി ഈ ഡിവിസിൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന അവൻ അഭിഷക്തരോട്, ദൈവജനത്തോട് ഞാൻ പറയാം, നിന്റെ ശബ്ദം കേൾക്കുമ്പോൾ നിന്റെ സാന്നിധ്യം ചെന്ന് കയറുന്നിടത്ത് ചിലർ ആത്മാവിൽ നിറയാൻ പോകുന്നെന്ന്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എത്ര പേർ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നുണ്ട്? കർത്താവേ, ഞാൻ ഒരാളോട് സംസാരിക്കാൻ തുടങ്ങുമ്പോ, ഞാൻ ഒരാളുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ, ഞാൻ ഇനി ഫോണിലെടുത്ത് ഒരാളോട് സംസാരിക്കുമ്പോൾ, ആദ്യമ കാലത്ത് പെന്തക്കോസ്ത് നാളിൽ മാളിക മുറിക്കകത്ത് ദൈവത്തിന്റെ ആത്മാവ് പരിശുദ്ധാത്മ പറഞ്ഞതുപോലെ എന്റെ ശബ്ദം കേൾക്കുന്നവർ ആത്മാവിനാൽ നിറയുന്ന ഒരു ശുശ്രൂഷ ഇന്ന് രാത്രി ദൈവം നൽകി തരാൻ താല്പര്യം ആത്മാവിൽ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചാട്ടെ. തുടരാ വികന ശകജ അധുരാതകൽക്കനകസ്യ 11-ാം അധ്യായത്തിൽ വചനമായിട്ടിരിക്കുകയാണ്. അവൻ ഞാൻ സംസാരിക്കാൻ തുടങ്ങിയപ്പോഴേക്ക് ഇന്ന് രാത്രി ഞാൻ രഹബോത്ത് മീശ നോക്കി ആത്മാവിൽ പ്രവചിക്കുന്നു. ഞാൻ കൊട്ടാരക്കരയിൽ ഇരുന്ന് ഈ വചനം സംസാരിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ഇരിക്കുന്ന വീട്ടിനകത്ത് ഒരു ആത്മാവിന്റെ നിറവ് വെളിപ്പെട്ടു വരട്ടെ യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് പുതിയ ഭാഷയുടെ വരത്തെ കൈമാറുവാൻ താല്പര്യപ്പെടുകയാണ്. നീ ആത്മാവിൽ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ഇതുവരെ സംസാരിച്ചിട്ടില്ലാത്ത പുതിയ ഭാഷ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി കൈമാറാൻ താല്പര്യപ്പെടുകയാണ്. ചില അധികാരത്തിന് താക്കോലുകൾ, വെളിപ്പാടിന്റെ താക്കോലുകൾ, പ്രാർത്ഥനാപരത്തിന് താക്കോലുകൾ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ നിനക്ക് കൈമാറാൻ താല്പര്യപ്പെടുക. നോക്കൂ, പ്രാർത്ഥനയ്ക്ക് ഒത്തിരി ലിമിറ്റേഷൻ ഉള്ള ഒരു കുടുംബം ഇതിനകത്തിരിപ്പുണ്ട്. ശബ്ദമുയർത്തി പ്രാർത്ഥിക്കാൻ കഴിയാത്ത, ദൈവത്തെ വേണ്ടും പോലെ ആരാധിക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത ഒരു കുടുംബം, ഒരു പ്രിയപ്പെട്ടവൾ ഇതിനകത്ത് മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ട്. അവളെ നോക്കി പരിശുദ്ധാത്മാവിൽ പ്രവചിച്ചു പറയുന്നു, ഇനി നിന്റെ സംസാരത്തിന്റെ ടോൺ നിന്റെ വീട്ടിൽ മുഴങ്ങുമ്പോൾ കേൾക്കുന്നവർ ആത്മാവിൽ നിറയാൻ പോകുന്നു. യേശുവിന്റെ നാമത്തിൽ ആത്മാവിൽ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങാമോ? എന്റെ ശബ്ദം ഇനി അനേകർക്ക് സ്വന്തം അരോചക ശബ്ദമല്ല. എന്റെ ശബ്ദം ആത്മാവിനെ നിറയപ്പെടുന്ന ശബ്ദം. എന്റെ ശബ്ദം കേൾക്കുന്നിടത്ത് ആരാധന നിന്റെ ചർച്ചിൽ ചിലപ്പോൾ 70 പേരോ 80 പേരോ 120 പേരോ ഉണ്ടായിരിക്കുക, 100 പേരോ 1000 പേരോ ഉണ്ടായിരിക്കുക. പക്ഷെ നിന്റെ സ്തോത്രത്തിന് ശബ്ദം ആലയത്തിൽ മുഴങ്ങുമ്പോൾ നിന്റെ വലത്തുവശത്തും നിന്റെ ഇടത്തുവശത്തും നിന്റെ മുൻപിലും പുറകെയും ഇരിക്കുന്നവർ
ആത്മാവിനാൽ ഒന്ന് നിറയപ്പെടാൻ പോകുന്നെന്ന്. ഓ, യേശുവിന്റെ നാമത്തിൽ ഇന്നത്തെ ആ ശുശ്രൂഷ ദൈവജനത്തിന് കൈമാറുക. ഈ വചനം ഇന്ന് ദൈവസഭയ്ക്ക് ഞാൻ കൈമാറുന്നു. കർത്താവേ, ഈ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ദൈവജനം, അവരുടെ ശബ്ദം ഇനി കേൾക്കുന്നത്, ഇവരുടെ മുറിക്കകത്ത് മുഴങ്ങുന്നത് ഒരു ആത്മാവിന്റെ നിറവായി തീരാൻ. സ്തോത്രം, സ്തോത്രം. വിദേശത്തെ തലമുറകളുള്ള മാതാപിതാക്കളെ, അവിടെ നിന്റെ തലമുറ ഒരു ഉദരഫലത്തിന് വേണ്ടി കാത്തിരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ഒരു ദൂത് പറയാം. കേരളത്തിൽ ഇരുന്നു കൊണ്ട് നീ നിന്റെ മകളോടോ മരുമകനോടോ ഫോണിൽ സംസാരിക്കുമ്പോൾ ആത്മാവിനെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് നീ സംസാരിക്കുന്നതെങ്കിൽ ഒരു ദൂത് പറയാം. ശബ്ദം കേൾക്കുന്നവരുടെ ഉദരത്തിൽ ജീവന്റെ തുടിപ്പിൽ രാത്രി ആത്മാവ് കൽപ്പിക്കുകയാണ്. സ്തോത്രം. വീട്ടിൽ വന്ന ദൂതന്മാർ അബ്രഹാമിനോടും സാറയോടും പറഞ്ഞൊരു വാക്കുണ്ട്. അടുത്തയാണ്ടിൽ ഞങ്ങൾ ഈ ഭവനത്തിൽ വീണ്ടും മടങ്ങി വരുമ്പോൾ നിന്റെ ഭാര്യ സാറ ഒരു ആൺകുഞ്ഞിനെ മാറോട് അണച്ചിരിക്കും എന്ന് പറയണമെങ്കിൽ പ്രസവിച്ചിട്ട് 1-2 മാസം ആകണം, വേണ്ടേ? സ്തോത്രം. 12 മാസം കഴിഞ്ഞ് വരുമ്പോൾ ഒരു കുഞ്ഞിനെ മാറിൽ കാണണമെങ്കിൽ 9 മാസമൊക്കെ തികയണം അത് പ്രസവിക്കണമെങ്കിൽ. അങ്ങനെയാണെങ്കിൽ സമയം കൃത്യമാകണമെങ്കിൽ ബൈബിളിലൊന്നും ഇല്ല. പുതിയ ഉപദേശം എന്ന് പറഞ്ഞാൽ ബൈബിളിൽ തപ്പിട്ട് എന്നോട് ആരും പറയരുത്. ഞാൻ ആ ദൂത് എങ്ങനെ ഏറ്റെടുത്തെന്നറിയാമോ? ആ മുറിക്കകത്ത് നിന്നുകൊണ്ട് ദൂതന്മാർ അബ്രഹാമിനോട് ഈ ദൂത് പറയുമ്പോൾ സാറയുടെ ഉദരത്തിൽ ഈ ശബ്ദം വെളിപ്പെട്ടത് എങ്ങനെയാണെന്നറിയാമോ? ഒരു ജീവന്റെ തുടിപ്പായിട്ടാ. സ്തോത്രം പറയാൻ പറ്റുമോ ഇന്ന് രാത്രി? അങ്ങനെയെങ്കിൽ ഈ രാത്രി ഈ നിങ്ങളുടെ ഫോണിന്റെ സ്പീക്കറിൽ കേൾക്കുന്ന ഈ ശബ്ദം അല്ല, ഇനി നിങ്ങൾ സംസാരിക്കുന്ന നിങ്ങളുടെ ശബ്ദം മുഴങ്ങുന്നിടത്ത് ഒരു മാനുഷിക ശബ്ദമായിട്ടല്ല, അതിന് രാത്രി തീയായി ഒരു ആത്മാവിന്റെ നിറവായി വെളിപ്പെട്ടു വരാൻ പോകുന്നു. സ്തോത്രം. അപ്പൊ 11-ാം അധ്യായത്തിൽ എന്താണ്? ഞാൻ സംസാരിച്ചു തുടങ്ങിയപ്പോഴേക്കും 15-ാമത്തെ വാക്യം നിങ്ങൾ അടിവര ഇട്ടോണം. എന്നിട്ട് ആ വാചനം പിടിച്ചു പ്രാർത്ഥിക്കണം. കർത്താവേ, അങ്ങനെയെങ്കിൽ ഞാൻ സംസാരിക്കുമ്പോൾ കേൾക്കുന്നവൻ കൃപാവരത്താൽ നിറയണം. എന്താ 11-ാം അധ്യായത്തിൽ 15-ാമത്തെ വാക്യം? ഞാൻ സംസാരിച്ച് തുടങ്ങിയപ്പോഴേക്കും പരിശുദ്ധാത്മാവ് ആദിയിൽ നമ്മുടെ മേൽ എന്ന പോലെ അവരുടെ മേലും വന്നു. സ്വതന്ത്രം. അപ്പൊ പരിശുദ്ധാത്മാവിനെ കൊണ്ടുവരുന്നത് കീബോർഡൊന്നുമല്ല. പരിശുദ്ധാത്മാവിനെ കൊണ്ടുവരുന്നത് ഏതെങ്കിലും വർഷിപ്പ് ലീഡർ അല്ല. പരിശുദ്ധാത്മാവിനെ കൊണ്ടുവരുന്നത് ഏതെങ്കിലും സ്പെഷ്യലിസ്റ്റുകളല്ല. ആത്മകൃപ പ്രാപിച്ചവൻ, അഭിഷേകം പ്രാപിച്ചവൻ എവിടെ സ്വോത്രം പറയുന്നു, ആരുടെ മുമ്പിൽ ആരാധിക്കുന്നു, അവിടെ ദൈവസാന്നിധ്യം ഇറങ്ങും. ഇത് രാത്രി ആത്മനിറവിൽ ഗാനം പാടിയ ഒരു പൈതൽ നമുക്ക് ഇന്ന് ഗ്രൂപ്പിലുണ്ട്. ഞാനിത് ആവർത്തിച്ച് പറയാൻ ആ പാട്ടിൽ ദൈവസാന്നിധ്യം അനുഭവിച്ചറിഞ്ഞതുകൊണ്ട്. കീബോർഡ് ഇല്ല, തമ്പേർ ഇല്ല, കൈത്താളങ്ങളില്ല, പക്ഷെ അവർക്കൊന്നറിയാം, ഒരു ആത്മാവിന്റെ നിറവ് ഞങ്ങളിലുണ്ട്. സ്തോത്രം. അപ്പൊ ഇന്ന് രാത്രി കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നോക്കിക്കേ അടുത്ത വാക്യം. അപ്പൊ ഏത് കാലത്ത് ഹെരോദാവിന് ഇളക്കം തുടങ്ങിയെന്നറിയാമോ? ഒന്ന്, ജാതികളും സുവിശേഷം അറിയാൻ തുടങ്ങിയപ്പോൾ. രണ്ടാമത് നമ്മൾ കേട്ടു, സംസാരിച്ചു തുടങ്ങിയപ്പോൾ, കൃപാവരം കൈമാറാൻ തുടങ്ങിയപ്പോൾ, ആത്മാവ് വ്യാപരിക്കാൻ തുടങ്ങിയപ്പോൾ ഹെരോദാവ് എഴുന്നേൽക്കാൻ തുടങ്ങി. മൂന്നാമത് നമ്മൾ വായിക്കുന്നത് 11-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യമാണ്. ആദ്യം അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന പേരുണ്ടായി. വ്യാഖ്യാനം പറയാം. നിനക്കൊരു അഡ്രസ് ദൈവം തരുമ്പോൾ പിശാചിനെ ഇളക്കാൻ തുടങ്ങും. സ്വതന്ത്രം. ഓടിച്ചു കളയാൻ ആ ശത്രു നിന്നെ കുറിച്ച് പദ്ധതി ഇട്ടത്. പക്ഷെ നിനക്ക് അവിടെ സ്വന്തമായ ഒരു അഡ്രസ് തരാനാ ദൈവത്തിന് പദ്ധതി. ഈ ടീമിനെ നോക്കി പ്രവചിച്ചു പറയാം, നിങ്ങൾക്ക് അഡ്രസ് പറയത്തക്ക രീതിയിൽ ദൈവം നിങ്ങളെ ഉറപ്പിക്കാൻ പോകുന്നുവെന്ന് ഇന്ന് രാത്രി ഞാൻ പരിശുദ്ധാത്മാവിൽ പ്രവചിച്ചു പറയട്ടെ. ഈ ഗ്രൂപ്പിൽ ഇരിക്കുന്ന ദൈവജനത്തോട് ഞാൻ പറയാം, നിനക്ക് സ്വന്തമെന്ന് പറയാൻ ഒരു അഡ്രസ് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് എഴുതി ചേർക്കാൻ താല്പര്യപ്പെടുകയാണ്. നിന്നെ ഓടിച്ചു വിടാൻ, ഒരു പരദേശിയെ പോലെ നിന്നെ ഓടിക്കാൻ ശത്രു ശ്രമിക്കുമ്പോൾ, നീ പാർക്കുന്ന വീട്ടിൽ നിനക്കൊരു അഡ്രസ്. എന്താ അഡ്രസ്? ആമേൻ. പ്രാർത്ഥിക്കുന്നവൾ എന്നൊരു അഡ്രസ് ദൈവം തരാൻ, കൃപയുള്ളവൾ എന്നൊരു അഡ്രസ് തരാൻ. നോക്കിക്കേ, ജോസഫ് മിസ്രൈമിൽ നിൽക്കുമ്പോഴേ
മിസ്രൈമിൽ ഒരു കാര്യം തിരിച്ചറിഞ്ഞു. എന്താ? ജോസഫിനോട് കൂടെ ആരുണ്ടെന്ന്? ദൈവം ഉണ്ടെന്ന്. സ്തോത്രം. ദൈവം ഉണ്ടെന്നറിഞ്ഞപ്പോ ദൈവം അവൻ എന്ത് ചെയ്തു? മിസ്രൈമിൽ അവനൊരു അഡ്രസ് കൊടുത്തു. സ്തോത്രം അല്ലെ? അപ്പൊ കൃപാവരം നിനക്കുണ്ടെങ്കിൽ ദൈവം നിനക്കൊരു അഡ്രസ് തരും. സ്തോത്രം. ഒരുത്തന്റെ കഴുതയെ കാണാതെ പോയപ്പോ ഇനി ചോദിച്ചു, നമ്മൾ കഴുതയെ എങ്ങനെ കണ്ടെത്തും എന്ന് ചോദിച്ചപ്പോൾ കൂടെ വന്ന ബാല്യക്കാരൻ ശൗലിനോട് പറഞ്ഞ വാക്കറിയാം, ഇവിടെ പ്രാർത്ഥിക്കുന്ന ഒരുത്തനുണ്ട്, അവന്റെ അടുക്കൽ പോയാൽ ചിലപ്പോ നിന്റെ കഴുത എവിടെ പോയെന്ന് അറിയാൻ പറ്റിയേക്കും. അപ്പൊ പ്രിയമുള്ളവരെ, പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവം ഒരു സ്ഥിരമായിട്ടൊരു അഡ്രസ് തരും. തീർന്നില്ല. സ്തോത്രം. രാജകൊട്ടാരത്തിൽ നിന്ന് ശത്രുക്കൾ പദ്ധതി നടക്കുമ്പോ ഒരുത്തൻ പ്രാർത്ഥനാ മുറിയിൽ കണ്ടുപിടിക്കാൻ തുടങ്ങി. കണ്ടുപിടിച്ചപ്പോൾ ശത്രു രാജ്യം പറഞ്ഞു, അരാം രാജ്യം പറഞ്ഞത്, ആരാണ് നമ്മുടെ ഇടയിലുള്ള രഹസ്യം ചോർച്ചെന്ന് പറഞ്ഞപ്പോൾ അവന്റെ കൊട്ടാരത്തിൽ ഒരുത്തൻ പറഞ്ഞ വാക്കിന്, യജമാനനെ, അങ്ങനെയൊന്നുമല്ല, നമ്മൾ ഇവിടെ ഇരുന്ന് കൊട്ടാരത്തിനകത്തിരുന്ന് സംസാരിക്കുന്ന കാര്യങ്ങൾ പ്രാർത്ഥനാ മുറിയിൽ കണ്ടുപിടിക്കുന്ന ഒരു പ്രാർത്ഥനക്കാരൻ രാജ്യത്തുണ്ട്. കണ്ടോ? പ്രവാചകന്റെ അഡ്രസ് കണ്ടോ? അവൻ ഫ്ലെക്സ് ഉയർത്തി കാണിച്ചിട്ടോ 10 ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടോ 10 പേർക്ക് കൈക്കൂലി കൊടുത്തിട്ടോ അല്ല അഡ്രസ് ഉണ്ടാക്കിയത്. പ്രാർത്ഥിക്കുന്ന ദൈവം ഇതിൽ എവിടെയുണ്ടോ അവന് ദൈവം അഡ്രസ് കൊടുക്കും. ഇന്ന് രാത്രി ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നതോട് ഞാൻ പറയാം, ദൈവം നിങ്ങൾക്ക് സ്ഥിരമായിട്ടൊരു അഡ്രസ് തരാൻ താല്പര്യപ്പെടുകയാണ്. വേഗത്തിൽ പോകാം. നോക്കിക്കേ, ഒന്ന്, ജാതികളുടെ ഇടയിലേക്ക് സുവിശേഷം ഇറങ്ങിയപ്പോൾ ഹെരോദാവിന് പ്രശ്നമായി. 2, സംസാരിക്കാൻ തുടങ്ങുമ്പോ ദൈവകൃപ പ്രാപിക്കാൻ തുടങ്ങിയപ്പോൾ അവൻ സ്തോത്രം ഹെരോദാവിന് പ്രശ്നമായി. 3, സ്തോത്രം അവർക്കൊരു പേര് കിട്ടിയപ്പോൾ, സ്തോത്രം പേര് കിട്ടിയപ്പോൾ അവന് ഹെരോദാവിന് പ്രശ്നമായി. അപ്പൊ നമുക്ക് എവിടെങ്കിലും ഒരു അഡ്രസ് കിട്ടുമ്പോ ആർക്ക് ഇഷ്ടപ്പെടത്തില്ല? ഹെരോദാവിന് ഇഷ്ടപ്പെടത്തില്ല. ആർക്ക് അഡ്രസ് കൊടുക്കുന്നേ? സ്ഥിരതാമസക്കാർക്ക് അല്ലെ? പരദേശികൾക്ക് മാറി മാറി പോകുന്നവർക്ക് സ്ഥിരമായിട്ട് അഡ്രസ് കാണത്തില്ല. അങ്ങനെയെങ്കിൽ ശത്രു നിന്നെ ഓടിച്ചു വിടാൻ പദ്ധതി ഇടുമ്പോൾ സാവകാശത്തിൽ പറയാം, ദൈവം നിന്നെ അവിടെ ഉറപ്പിച്ച് നിനക്കൊരു അഡ്രസ് തരാൻ താല്പര്യപ്പെടുകയാണ്. ജോലി മേഖലയിൽ നിന്നോ, ജോലി ചെയ്യുന്ന രാജ്യത്ത് നിന്നോ, നിന്നോ പഠന മേഖലകളിൽ നിന്നോ തലമുറകളെ ഓടിച്ചു വിടുവാൻ ശത്രുവായ പദ്ധതി ഇടുമ്പോൾ ഇന്ന് രാത്രി പരിശുദ്ധാത്മ പറയുന്നു, നിങ്ങൾക്ക് ഒരു അഡ്രസ് തരുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഈ കാലഘട്ടത്തിൽ ഹെരോദാവിന് ഇളക്കം തട്ടി. അവന്റെ അകത്ത് പിശാച് കയറി. 12-ാം അധ്യായത്തിന്റെ 1-2 വാക്യം. യോഹന്നാന്റെ സഹോദരനായ സ്തോത്രം 1-ാമത്തെ വാക്യം. ആ കാലത്ത് 12-1 ആ കാലത്ത് ഹെരോദാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി. ഒരു ദൂത് ഞാൻ പറയാം, വലിയ പ്രസംഗത്തിലേക്ക് പോകുന്നില്ല, നമ്മുടെ സമയം തീരുന്നു. ശത്രു ഇന്നലകളിൽ കൈനീട്ടിയ മേഖലകളിന്മേൽ ദൂത് കേൾക്കുന്നതോട് ഞാൻ പറയാം, നമ്മുടെ നന്മയെ പിടിച്ചെടുക്കുവാൻ, ഉറവകളെ അടയ്ക്കാൻ, കൃപാവരത്തിന് വഴികളെ അടച്ചു കളയാൻ ഹെരോദാവ് കൈനീട്ടിയെങ്കിൽ ഒറ്റ ദൂത് ഞാൻ പറയാം, അവൻ അടച്ച കാരാഗ്രഹത്തിനകത്ത് വെളിപ്പെടുന്ന ഒരു അധികാരത്തിലെ നമുക്ക് ഇത് രാത്രിയുണ്ട്. സ്തോത്രം. ഹെരോദാവിന്റെ കാലത്ത് അവൻ എന്ത് ചെയ്തു? യോഹന്നാനെ പിടിച്ച്, യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ അവൻ വാൾ കൊണ്ട് കൊന്നുകളഞ്ഞു. അടുത്ത വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇത് യഹൂദന്മാർക്ക്. അപ്പോ പ്രാർത്ഥിക്കുന്ന നിനക്ക് എതിരാരാ? പുറത്തുള്ളവനല്ല, അകത്തുള്ളവനാ. യഹൂദനാരാ? പത്രോസ് ആരാ? പത്രോസ് യഹൂദനാ. അങ്ങനെയെങ്കിൽ യഹൂദനെ സപ്പോർട്ട് ചെയ്യേണ്ടുന്നവൻ, പ്രാർത്ഥനയ്ക്ക് സപ്പോർട്ട് ചെയ്യേണ്ടുന്നവൻ, അവന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടുന്നവൻ, ആ സമൂഹം അവൻ എതിരെ നിൽക്കുമ്പോൾ നിന്റെ ശുശ്രൂഷകൾക്കെതിരെ കളിയാക്കിയ ഒരു സമൂഹം നിന്റെ ചുറ്റുപാട് നിൽക്കുമ്പോൾ ആത്മാവിൽ പറയാം, ആ കള്ളപ്രവചനം പറഞ്ഞ പ്രവാചകിയുടെ മുൻപിൽ ദൈവം നിന്നെ മാനിക്കാൻ പോകുന്ന രാത്രി ദൂത് ഞാൻ വിളിച്ചു പറയാം. സ്തോത്രം. പത്രോസിനേക്കാൾ ഒറ്റ കൊടുക്കാൻ നിൽക്കുന്നത് ആരാ? സ്വന്തം ആൾക്കാർ തന്നെ. വേഗത്തിൽ മുൻപോട്ട് പോകാം. അവിടെ 13-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പത്രോസിന് സുബോധം വന്നിട്ട്, ബാക്കി കാര്യങ്ങൾക്ക് നമുക്ക് നല്ലവണ്ണം അറിയാം. പത്രോസ് കിടന്നുറങ്ങി. എപ്പോഴാണ് കിടന്നുറങ്ങിയത്? ദൈവദാസൻ പ്രസംഗിച്ച് കേട്ടിട്ടുള്ളതാ. കൊല്ലു എന്ന് പറഞ്ഞതിന്റെ തലേ രാത്രി
പത്രോസ് എന്ത് ചെയ്തു? എങ്ങനെ ഉറങ്ങി? നമ്മളോട് തിരിഞ്ഞും പിരിഞ്ഞും അല്ല, സുഖമായിട്ട് കിടന്നുറങ്ങി. സ്തോത്രം. എങ്ങനെയല്ല വചനം എഴുതിയിരിക്കുന്നേ? 12-ാമത്തെ അധ്യായത്തിന്റെ ആമേൻ സ്തോത്രം, അതിന്റെ 6-ാമത്തെ വാക്യം, ഹെരോദാവ് അവനെ ജനത്തിന്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചതിന്റെ തലേ രാത്രിയിൽ പത്രോസ് 2 ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി 2 പടയാളികളുടെ നടുവിൽ എന്ത് ചെയ്യായിരുന്നു? ഉറങ്ങുകയായിരുന്നു. എന്തുകൊണ്ടാ ഉറങ്ങിയേ? നമുക്കറിയാം. ആ വ്യാഖ്യാനം ഒന്ന് പറഞ്ഞ് നമുക്ക് വേഗത്തിൽ പോകാം. എന്തുകൊണ്ടാ ഉറങ്ങിയേ? വാഗ്ദത്തമുള്ളവൻ പേടിക്കത്തില്ല. അവനറിയാം, എന്നെ വിളിച്ചിറക്കിയപ്പോ എന്നോട് ദൂത് പറഞ്ഞത് ഇങ്ങനെ തീരുമെന്നല്ല. സ്തോത്രം. നീ പൂർണ്ണ വാർദ്ധക്യത്തിലെത്തുമെന്നും സഭയെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു ഒക്കെ എനിക്കൊരു വാഗ്ദത്തം കിട്ടിയിട്ടുണ്ട്, അല്ലെ? അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന പ്രിയമുള്ളവരെ, ഒരു വിലയേറിയ വാഗ്ദത്തം ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് വെച്ച് പിശാച് നിങ്ങളെ വഴി അടച്ചെന്ന് വെച്ച് നിരാശപ്പെടരുത്. ആ വാഗ്ദത്തം നിവർത്തിയാകുന്നവരെയും നിന്റെ തലയിലെ രോമം പൊഴിയാൻ ദൈവം സമ്മതിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. നോക്കി, അതുകൊണ്ടാണ് പത്രോസ് എന്ത് ചെയ്തത്? സുഖമായിട്ട് ഉറങ്ങി. ഇന്ന് രാത്രിയിൽ ഞാൻ ഓർക്കുന്നു, ഒരു സഭയിൽ ഞാൻ ശുശ്രൂഷിക്കാൻ വേണ്ടി കടന്നുപോയി. അപ്പോ പകലും രാത്രിയിലും മീറ്റിംഗ് കഴിഞ്ഞിട്ട് രാത്രി ഒരു വീട്ടിൽ വിശ്രമത്തിന് വേണ്ടി അവരെന്നെ കൊണ്ടുപോയി. അപ്പോ ആ സമയത്ത് ആ വീട്ടിലെ ചേട്ടനോട് പറഞ്ഞു, പാസ്റ്ററെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ ചോദിച്ചു, എന്താണ്? പ്രത്യേകിച്ചൊന്നുമില്ല, കൃപാവരങ്ങളൊക്കെ പ്രാപിച്ചു, ശക്തി പ്രാപിക്കണം, എനിക്കൊന്നിനെയും പേടിയൊന്നുമില്ല, ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, എന്നാലും ദൈവദാസൻ എന്ന് പ്രാർത്ഥിച്ചേക്കണം. സോ നമ്മളൊക്കെ വെറുതെ മണ്ടന്മാരാക്കുന്ന രീതിയിൽ ഒരു വർത്തമാനമൊക്കെ സംസാരിച്ചു. എനിവേ, നമ്മൾ പ്രാർത്ഥിച്ചിട്ട് അദ്ദേഹത്തിന് വീട്ടിൽ തന്നെ ആഹാരം ക്രമീകരിച്ചത്. ആ വീട്ടിൽ ചെന്നു, ആഹാരമൊക്കെ കഴിച്ചു. ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ മകള് ഒരു വാർത്ത പറഞ്ഞു, പപ്പ, എന്നെ വിവാഹം കഴിച്ചയച്ച വീട്ടിൽ ഭയങ്കര പ്രശ്നമാണ്, ഇവിടെ നിൽക്കാൻ കഴിയത്തില്ല, നാളെ രാവിലെ ഞാൻ അങ്ങ് വീട്ടിൽ വരികയാ, എനിക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് അവള് വല്ലാത്ത ബഹളം. അല്പം കഴിഞ്ഞപ്പോ, നിങ്ങളോട് ഞാൻ വേഗത്തിൽ പറയാം എന്റെ പ്രിയമുള്ളവരെ, അന്ന് രാത്രി ഈ പേടിയില്ല എന്ന് പറഞ്ഞ് മസിൽ പിടിച്ച് നിന്ന മനുഷ്യൻ എന്നെ ഉറങ്ങാൻ സമ്മതിച്ചില്ല. 10 മിനിറ്റ് പ്രാർത്ഥിക്കും, ദൈവദാസനെ ഒന്ന് വന്ന് പ്രാർത്ഥിച്ചേ. ഉറക്കത്തിൽ എഴുന്നേറ്റ് വന്ന് ഹാളിൽ ഇരുന്ന്, എന്റെ കർത്താവേ, ആ കുഞ്ഞിനെ ആ വീട്ടിൽ നിർത്തണേ, നീയാണല്ലോ വിവാഹം കണ്ടുപിടിച്ചത്, അവരെ ഒന്നിപ്പിച്ച് നീയാണല്ലോ, അസ്ഥിയോട് ചേർക്കണേ. ഇത് പ്രാർത്ഥിക്കും, ആമേൻ പറയും, ശാസിക്കും, ഞാൻ പോയി കിടക്കും. 10 മിനിറ്റ് കഴിയുമ്പോ അദ്ദേഹം വീണ്ടും വിളിക്കും, പാസ്റ്ററേ വായോ. ചുരുക്കം പറഞ്ഞാൽ നേരം വെളുക്കുന്നതിന് വരെ ആ മനുഷ്യൻ എന്നെ ഉറങ്ങാൻ വിട്ടില്ല. രാവിലെ ആയപ്പോ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ധൈര്യമൊക്കെ എവിടെ പോയി? നോക്ക് പ്രിയമുള്ളവരെ, മകൾ തിരികെ വീട്ടിലേക്ക് വരുന്നു എന്ന് കേട്ടപ്പോൾ ഒരു മനുഷ്യൻ ഈയൽ വിറയ്ക്കുന്നത് പോലെ നിന്ന് വിറയ്ക്കുന്നത് ഞാൻ കണ്ടതാ. അങ്ങനെയെങ്കിൽ നാളെ രാവിലെ കഴുത്തിറക്കുമെന്ന് പറയുമ്പോൾ ഒരു ഭക്തൻ നോക്കിക്ക് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുക. അങ്ങനെയാണല്ലോ നമ്മുടെ പള്ളിയിൽ നല്ല തകർപ്പൻ ആരാധന നടക്കുമ്പോ സുഖമായിട്ട് ഉറങ്ങുന്നവരെ കണ്ടിട്ടില്ലേ? എന്നതുപോലെ പത്രോസ് ഊർക്കം വലിച്ച് സുഖ ഉറക്കം. സ്തോത്രം. എന്താ സുഖമായിട്ട് ഉറങ്ങുന്നേ? അവനെ കുറ്റം പറയണ്ട, അവനൊരു കാര്യം അറിയാം. സ്തോത്രം. യാക്കോബിനോട് പറഞ്ഞ ദൂതല്ല എന്നോട് ദൈവം പറഞ്ഞിട്ടുള്ളത്. യാക്കോബിനോട് കൊടുത്ത വാഗ്ദത്തമല്ല എനിക്ക് തന്നിട്ടുള്ളത്. പത്രോസിന് പറഞ്ഞു, പത്രോസേ, ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തിയതെന്ന് എന്നോട് ദൂത് പറഞ്ഞിട്ട് പറഞ്ഞു, എന്റെ സഭയെ മേയ്ക്ക, കുഞ്ഞാടുകളെ മേയ്ക്ക എന്ന് എനിക്കൊരു വിലയേറിയ വാഗ്ദത്തം തന്നിട്ടുണ്ട്. ആ വാഗ്ദത്തം എന്റെ മേലിൽ കിടക്കുന്നിടത്തോളം കാലം ഹെരോദാവിന്റെ വാളിന് എന്നെ തൊടാൻ കഴിയത്തില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഈ മീറ്റിംഗിൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവജനത്തോട് ഞാൻ പറയാം, ഞാൻ കടഭാരത്തിനോ ഒരു രോഗത്തിനോ അവൻ ഞെരുക്കങ്ങൾക്കോ നിന്നെ ഉടച്ചു കളയുവാൻ, നിന്റെ തലമുറ ഉടച്ചു കളയാൻ, നിന്റെ തലമുറ കുടുംബജീവിതത്തെ ഉടച്ചു കളയുവാൻ അധികാരമില്ല. കാരണം എന്താ? അവൻ ദൈവത്തിന് വാഗ്ദത്തം നിന്റെ മേളിലുണ്ട്. നിന്റെ മകനോ മകളോ ദൂത് കിട്ടിയിട്ടാണ് വിവാഹം കഴിച്ചു വിട്ടതെങ്കിൽ അതിനകത്തുണ്ടാകുന്ന സകല ചോദ്യങ്ങൾക്കും ഉത്തരം തരാൻ ദൈവം വിശ്വസ്തനാണ്. ഇന്ന് രാത്രി ഒരു രോഗത്തിന് മുമ്പിൽ നിങ്ങൾ പകച്ചു പോകരുത്. ധൈര്യത്തോടെ ഇരിക്കുക. അവൻ തെളിഞ്ഞ മുഖത്തോടെ വിളിച്ചു പറ, ഹേയന്തകാര മണ്ഡലമേ, നിനക്ക് വിജയമില്ല. കാരണം എന്നോട് വാഗ്ദത്തം പറഞ്ഞ് ഒരു ദൈവം എന്നോട് കൂടെ ഉള്ളിടത്തോളം കാലം എനിക്ക് ഭയപ്പെടേണ്ടതില്ല. ഹെരോദാവ് പത്രോസ്
സുഖമായി കിടന്നുറങ്ങി. അതിന്റെ സ്തോത്രം 7-ാമത്തെ വാക്യം തൊട്ട് വായിക്കുമ്പോൾ ഈ 10:30 കഴിയുന്ന സമയത്ത് ഏത് അറയിലാണോ നീ ഉടക്കി നിൽക്കുന്നത്, അടഞ്ഞു കിടക്കുന്നത്, അവിടെ നിന്നെ പുറത്തു കൊണ്ടുവരേണ്ടതിന് യഹോവ തന്റെ ദൂതനെ കൽപ്പിച്ചയക്കാൻ താല്പര്യപ്പെടുന്നു. ദൂത് മനസ്സിലായോ? ദൂതന്മാർ നമുക്ക് സേവകാത്മാക്കൾ എന്ന് വചനം പഠിപ്പിക്കുമ്പോൾ ഇന്ന് രാത്രി ഈ സൂം മീറ്റിംഗിൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവജനത്തോട് ഞാൻ പറയാം, നിങ്ങൾ ശുശ്രൂഷിക്കുന്ന സഭയിൽ ദൈവത്തിന് ദൂതൻ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി നിൽക്കാൻ താല്പര്യപ്പെടുന്നു. നിങ്ങൾ ശുശ്രൂഷിക്കുന്ന വേദികളിൽ, നിങ്ങളുടെ തലമുറകൾ ഇരിക്കുന്നിടത്ത് ഇനി ആരോ പടച്ചുവിട്ട പോരാട്ടമല്ല നിന്റെ വാതിൽക്കൽ വരാൻ പോകുന്നത്. നിന്നെ തട്ടി എഴുന്നേൽപ്പിക്കേണ്ടതിന് യഹോവയുടെ ദൂതൻ അവൻ ഇരിക്കുന്നിടത്ത് ഇറങ്ങിച്ചെന്നെങ്കിൽ നിങ്ങൾ ഇരിക്കുന്നിടത്ത് ഇറങ്ങി വരുന്നത് ദൈവത്തിന് ദൂതനത്രേ. സ്തോത്രം. ഇത് രാത്രി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ആരെങ്കിലും പടച്ചുവിട്ട് പോരാട്ടമാണോ നിങ്ങളുടെ മുറിക്കകത്ത് കയറി വരുന്നേ? ഞാൻ പറയും അല്ല. എന്റെ വീട്ടിനകത്ത് ദൈവത്തിന് ദൂതന്മാരെ വരത്തുള്ളൂ. സ്തോത്രം. കാരണം രക്ഷിക്കപ്പെട്ടവന്റെ സഭയ്ക്കകത്ത് ദൈവത്തിന് ദൂതന്മാരെ കാണത്തുള്ളൂ. രക്ഷിക്കപ്പെട്ടവരുടെ ശുശ്രൂഷകളിൽ, രക്ഷിക്കപ്പെട്ടവരുടെ വീട്ടിൽ ശത്രു കാണത്തില്ല, പിശാച് കാണത്തില്ല. പിന്നെ ചിലര് പേടിപ്പിക്കാൻ വേണ്ടി പറയും, മുടിയഴിച്ചിട്ട് നിൽക്കുന്നു, ഇളകി മറിഞ്ഞു നിൽക്കുന്നു, നാക്ക് നീട്ടി നിൽക്കുന്നു, നിന്നെ വിഴുങ്ങാൻ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ധൈര്യത്തോടെ വിളിച്ചു പറ, അയ്യോ സാത്താൻ അല്ല എന്റെ വീട്ടിൽ നിൽക്കുന്നത്. എന്റെ വീട്ടിൽ എന്നെ പുറത്തു കൊണ്ടുവരേണ്ടതിന്, എന്റെ വാഗ്ദത്തം സക്കായി കിടക്കുന്നിടത്തു നിന്ന് പുറത്തു കൊണ്ടുവരേണ്ടതിന് ദൈവം തന്നെ ദൂതനെ അയക്കാൻ താല്പര്യപ്പെടുന്നു. വെള്ളം ഒഴുകി വരുന്ന ഒരു പൈപ്പ് ആ ഒഴുക്കിനെ തടസ്സപ്പെടുത്തി എവിടെയോ ബ്ലോക്ക് കിടന്ന് വെള്ളത്തിന്റെ ഒഴുക്കിനെ തടഞ്ഞു കിടക്കുമ്പോൾ ആ ബ്ലോക്കിനെ എടുത്തു മാറ്റിയിട്ട് വെള്ളം കുത്തി ഒഴുകി ഇറങ്ങി വരുന്നത് പോലെ ഇന്നലെ ഞാൻ പ്രവചിച്ചു പറയാം, ഈ മീറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവരുടെ വീട്ടിലേക്ക് ദൈവത്തിന്റെ ആത്മാവ്, ദൈവത്തിന് ദൂതൻ ഇറങ്ങി നിന്ന് പുറത്തു കൊണ്ടുവരേണ്ടതിനെ പുറത്തു കൊണ്ടുവരുവാൻ, അഴിക്കേണ്ടതിനെ അഴിക്കാൻ, വെളിച്ചം വേണ്ടുന്നിടത്ത് വെളിച്ചം കൊടുക്കാൻ, അഭിഷേകം കൈമാറേണ്ടതിന് അഭിഷേകം കൈമാറാൻ ഇന്ന് രാത്രി ദൈവത്തിന് ദൂതൻ നമ്മുടെ വീട്ടിലിറങ്ങി നിൽക്കുന്നു. നിങ്ങൾ ഇരിക്കുന്നതിന്റെ വശത്ത് അവൻ ഞാൻ ആത്മാവിൽ ദർശിക്കുന്നു. അവൻ നിന്നോട് സംസാരിക്കേണ്ടതിന്, നിനക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടതിന്, നിനക്ക് വേണ്ടി വാതിൽ തുറക്കേണ്ടതിന്, ഉറവകളെ തുറക്കേണ്ടതിന് ദൈവം തന്നെ ദൂതനെ ഇന്ന് രാത്രി കൽപ്പിച്ചാക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ സ്തോത്രം. ഹെരോദാവ് ഇവനെ ഒരറയ്ക്കകത്ത് അടച്ചു, കൈകൾ ചങ്ങല കൊണ്ട് ബന്ധിച്ചു. നോക്കൂ, ഒരു കാര്യം ഞാൻ പറയാം, മനുഷ്യന് ഇത്രേ പറ്റത്തുള്ളൂ. നിന്നെ ഒരു അറയ്ക്കൽ തുറക്കാം, നിന്റെ കൈമേൽ എന്ത് ചെയ്യാം, ചങ്ങലക്കിടാം, നിന്റെ സ്വാതന്ത്ര്യത്തെ കെടുത്തിക്കളയാം, ചിലപ്പോൾ നിന്റെ വഴികളൊക്കെ അടച്ചേക്കാം. പക്ഷെ നിന്റെ അകത്ത് വ്യാപരിക്കുന്ന ആത്മാവിനെ തൊടാൻ ഒരു ഹെരോദാവിന് കഴിയത്തില്ല. അങ്ങനെയെങ്കിൽ ഇത് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ അകത്ത് ദൈവം തന്ന അഭിഷേകത്തെ തൊടാൻ ഈ ലോകത്തിലെ ഒരു പിശാചിനും പറ്റുകയില്ല. ധൈര്യത്തോടെ സ്വതന്ത്രം പറയാൻ പറ്റുമോ? ആമേൻ. മൺകൂടാരത്തെ രോഗമിട്ടുകൊണ്ട്, നമ്മുടെ ശരീരത്തെ രോഗലക്ഷണം ഇട്ടുകൊണ്ട് ശത്രു വേട്ടയാടാൻ ശ്രമിക്കുമ്പോൾ ഇത് രാത്രി അധികാരത്തോടെ വിളിച്ചു പറ, ആമേൻ, ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്ന് വരേണ്ടതിന് ഈ മൺപാത്രങ്ങളിൽ എത്ര നൽകി തന്നിരിക്കുന്നത്. ഈ അത്യന്ത ശക്തിയുടെ പ്രത്യേകത എന്ത്? റോമൻ കാരാഗ്രഹത്തിന്റെ അടിവേരിനെ ഇളക്കാൻ കഴിയുന്ന, റോമൻ ഇമ്പീരിയൽ മുദ്രയെ തകർക്കാൻ കഴിയുന്ന ഒരു പുനരുത്ഥാനത്തിന്റെ ശക്തി അത്രേ എന്റെ അകത്ത് വ്യാപരിക്കുന്നത്. രോഗികളെ സൗഖ്യമാക്കുന്ന, മരിച്ചതിനെ ജീവൻ കൊടുക്കുന്ന അഭിഷേകത്തിന്റെ ശക്തി എന്നിൽ വസിക്കുന്നിടത്തോളം കാലം ഒരു ഹെരോദാവിന് എന്നെ ഒതുക്കാൻ കഴിയത്തില്ല. അപ്പൊ ഇന്ന് രാത്രി സൂം മീറ്റിംഗിൽ പങ്കെടുക്കുന്നത് നിങ്ങളോട് ചോദിക്കട്ടെ, ഈ 10, 30, 40 ആകുന്ന സമയത്ത് ഞാൻ ചലഞ്ചായി നിങ്ങളോട് പറയാം, നിങ്ങളുടെ വാഗ്ദത്തത്തെ, നിങ്ങളിലുള്ള അഭിഷേകത്തെ ലോകത്തിലുള്ള ഒരു പിശാചിനും തടയാൻ പറ്റില്ല. ഉറക്ക സ്തോത്രം പറയണം. നിന്റെ മുറിക്കകത്ത് സ്തോത്രത്തിന്റെ ശബ്ദം മുഴങ്ങണം. സ്തോത്രം. നിന്റെ മുറിക്കകത്ത് ഒതുക്കിക്കളയുമെന്ന്
നിന്റെ ശുശ്രൂഷകൾ അവസാനിപ്പിക്കുമെന്ന്, നിന്നെ പുറലോകം കാണിക്കത്തില്ലെന്ന്, അടുത്ത സൂര്യപ്രകാശം വീഴുമെന്ന്, നിന്നെ തലവെട്ടി മാറ്റുമെന്ന് ഒരു ഭരണകൂടം മുഴുവൻ വെല്ലുവിളിക്കുമ്പോ ഭക്തന് മനസ്സിലായി, ഒരു സമൂഹം മുഴുവൻ എന്നെ മരണം കാണാൻ കാത്തിരിക്കുമ്പോൾ ഇതാ ദൈവത്തിന് ദൂതനിറങ്ങി എന്നെ പുറത്തു കൊണ്ടുവന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഹെരോദാവിന്റെ വാളിൽ അന്ന് പത്രോസ് തീർന്നെങ്കിൽ നമ്മുടെ ശുശ്രൂഷകൾ വെറും പാഴായി പോയേനെ. സ്വന്തം പത്രോസ് തീർന്നോ? അവിടെ തീർന്നില്ല. അങ്ങനെയെങ്കിൽ ഇത് രാത്രി നമ്മൾ തീരുകയല്ല, ഇവിടുന്ന് തുടങ്ങുക. എത്ര കാമയം പറയാൻ കഴിയും? സ്വതന്ത്രം. അവിടെ 7-ാമത്തെ വാക്യം എന്താ എഴുതിയിരിക്കുന്നേ? പെട്ടെന്ന്. പെട്ടെന്ന്. എന്താ പെട്ടെന്ന് പറയുമ്പോ? നമ്മളിപ്പോ സൂം മീറ്റിംഗ് പങ്കെടുത്തുണ്ടെങ്കിൽ പെട്ടെന്ന് ചില വാതിൽ തുറന്ന് കയറി വരത്തില്ലേ? പെട്ടെന്ന് നല്ല പറയും, വാതിൽ നോക്ക് ചെയ്തിട്ട് സാവകാശം കയറി വരുന്നതല്ല, പെട്ടെന്ന് കയറി വരിക. ആക്സിഡന്റലി, പെട്ടെന്ന്, ഒരു മുന്നറിയിപ്പില്ലാതെ കണ്ണിമയ്ക്കുന്നിടയിൽ ആര് കയറി വന്ന് മുറിക്കകത്തേക്ക്? ദൈവത്തിന് ദൂതൻ. അങ്ങനെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾ ഏത് സമയം, ഇന്ത്യൻ സമയമോ അമേരിക്കൻ സമയമോ യൂറോപ്യൻ സമയമോ ഗൾഫ് സമയം എവിടെയോ ആയിക്കൊള്ളട്ടെ, പക്ഷെ നിങ്ങൾ ഇരിക്കുന്നിടത്ത് ഇപ്പോൾ ദൈവത്തിന് ദൂതൻ ഇറങ്ങി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ എത്ര ധൈര്യം പറയാൻ, ധൈര്യത്തോടെ സ്തോത്രം പറയാൻ കഴിയും? യേശുവിന്റെ നാമത്തിൽ. പ്രിയമുള്ളവര്, നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ഇരിക്കുന്നിടത്ത്, നിങ്ങളുടെ ഭർത്താവ് ഇരിക്കുന്നിടത്ത്, നിങ്ങളുടെ തലമുറ ഇരിക്കുന്നിടത്ത്, നിങ്ങളുടെ ശുശ്രൂഷകൾ ഇരിക്കുന്നിടത്ത്, നിങ്ങൾ പാർക്കുന്ന ഭവനത്തിൽ, നിങ്ങളുടെ വസ്തുവിനകത്ത് പോരാട്ടവും ബന്ധനമുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞ് നിന്നെ ഭയപ്പെടുത്തുന്നെങ്കിൽ ഇതിനകത്ത് ഞാൻ പ്രവചിച്ചു പറയാം, അഭിഷേകം പ്രാപിച്ചവന്റെ വീട്ടിനകത്തും മുറിക്കകത്തും വസ്തുവിനകത്തും വരിച്ചു നോക്കും പിശാചും അല്ല, ദൈവത്തിന് ദൂതന വാളുമായിട്ട് ഇറങ്ങി നിൽക്കുന്നത്. കാരണം വളരെ നിൽക്കുന്നു, അവൻ തന്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിച്ചു. അപ്പൊ നമ്മുടെ വീടിന് ചുറ്റും ആരെങ്കിലും വെതറിയിട്ടുണ്ടെങ്കിൽ അവന്റെ കാശ് പോയി. ആരെങ്കിലും ക്ഷുദ്രം ചെയ്തിട്ടുണ്ടെങ്കിൽ ധൈര്യത്തോട് പറഞ്ഞു, അവന്റെ കാശ് പോയി. രക്ഷിക്കപ്പെട്ട ദൈവവൈദ്യന്റെ അടുക്കൽ, രക്ഷിക്കപ്പെട്ട ദൈവവൈദ്യന്റെ വീട്ടിൽ ആഭിചാരത്തിന് സ്ഥാനമില്ല, ശാപത്തിന് സ്ഥാനമില്ല. ശപിക്കാമെന്നവന്റെ വാക്കിനെ മാറ്റി അനുഗ്രഹമാക്കിയ കർത്താവ് നമ്മളോട് കൂടെയുള്ളിടത്തോളം കാലം ഒരു അപവാദത്തിനും ഒരു ശാപത്തിനും ഒരു രോഗത്തിനും ഒരു പൈശാചിക മണ്ഡലത്തിനും നിന്നെ തോൽപ്പിക്കാൻ കഴിയത്തില്ല. കാരണം വീട് നിനക്ക് ദൈവം തന്നതാണെങ്കിൽ ആ വീട്ടിനകത്ത് ദൈവ സാന്നിധ്യം ഉണ്ടായി. പെട്ടെന്ന് യഹോവയുടെ ദൂതൻ പത്രോസിന് അടുക്കൽ ഇറങ്ങി. അടുത്ത വചനം എഴുതിയിരിക്കുന്നു, നോക്കൂ, അറയിൽ ഒരു വെളിച്ചം. അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്. പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി, അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. ഇത് രാത്രി ആ ദൂത് വായിക്കുമ്പോൾ ഒന്ന് ആമയം പറയണം. ഇനി നമ്മുടെ വീട്ടിനകത്ത് ഒരു പ്രകാശം തെളിയാൻ തുടങ്ങുകയാണ്. സ്തോത്രം. ഇന്നലകളിൽ കരിമ്പടക്കെട്ട് പോലെ മേഘം മൂടിക്കിടന്നെങ്കിൽ ഇയ്യോബിന്റെ പുസ്തകം നമ്മൾ വായിക്കുന്നു, ഒരു കാറ്റ് വെളിവായി മേഘത്തെ തെള്ളി മാറ്റി വകഞ്ഞു മാറ്റി സൂര്യപ്രകാശം പുറത്തു കൊണ്ടുവരുന്നത് പോലെ ഇന്ന് രാത്രി ഇന്നലകളിൽ ശത്രു, ഇന്ന് പകല് വരെ ശത്രു അടച്ചു വെച്ച നിന്റെ സകല വഴികളിലും ഇന്ന് രാത്രി ഒരു വെളിച്ചമായി ശത്രു നിന്നെ പുറത്തു കൊണ്ടുവരാതെ ഒരു ഇരുട്ടറയ്ക്കകത്ത് അടച്ചു വച്ചിരിക്കുമ്പോൾ പറയുന്നു, ദൈവത്തിന് ദൂതൻ മാത്രമല്ല ഒരു വെളിച്ചം കൂടെ മുൻപിൽ പ്രകാശിക്കാൻ തുടങ്ങി. ഒരു വഴിയും കാണാതെ, എന്റെ ബ്രദറെ, ഈ മീറ്റിംഗ് കഴിഞ്ഞ് എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് വിഷമിച്ചിരിക്കുന്ന നിന്നെ നോക്കി പ്രവചിച്ചു പറയാം, ഒരു വെളിച്ചം നിനക്ക് വേണ്ടി കത്താൻ പോകുന്നു. നീ തലമുറയിൽ, നിന്റെ ജോലി മേഖലകളിൽ, നിന്റെ ശുശ്രൂഷകളിൽ ഇന്ന് രാത്രി ഒരു വെളിച്ചം മിന്നാൻ പോകുന്നു. വേഗത്തിൽ പോകാം, നമ്മുടെ സമയം അവസാനിക്കുന്നു. നോക്കിക്കേ, ദാനിയേൽ പ്രവചനം നമ്മൾ വായിക്കുമ്പോ ദൈവാലയത്തിൽ നിന്ന് കൊണ്ടുവന്ന പൊൻവെള്ളി പാത്രങ്ങളിൽ ഒരു രാജാവ് വീണ്ടൊഴിച്ചു കുടിക്കാൻ ശ്രമിച്ചപ്പോൾ യഹോവയുടെ കരം ആ കൊട്ടാരത്തിന് ഭിത്തിയിൽ വെളിപ്പെട്ടിട്ട് എഴുതിയ ദൂത് നമുക്കറിയാം. നിന്റെ തുലാസിൽ തൂക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു, നിന്റെ രാജ്യം ഞാൻ വിഭാഗിച്ചു മേത്യർക്കും വാസികൾക്കും കൊടുക്കുമെന്ന് പറഞ്ഞ രാത്രിയിൽ ബെൽശസ്സർ കൊല്ലപ്പെട്ടെങ്കിൽ ആലയത്തിൽ ആരാധനയ്ക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്ന
പൊൻവെള്ളി പാത്രങ്ങളെ തൊട്ടപ്പോൾ ദൈവത്തിന്റെ കരം വെളിപ്പെട്ടെങ്കിൽ നിനക്കെതിരെ നീട്ടിയിരിക്കുന്ന ഹെരോദാവിന്റെ കരത്തെ മടക്കേണ്ടതിന് ആത്മാവിൽ ആരാധിക്കുന്ന ദൈവസഭയെ നമുക്ക് വേണ്ടി വെളിപ്പെട്ടു വരുന്ന ദൈവത്തിന്റെ കരത്തിനായി ഞാൻ ദൈവത്തിന് സ്വന്തം ചെയ്യുകയാണ്. ഒരു പാത്രത്തിന് ദൈവം അത്രയും വില കൊടുക്കുന്നെങ്കിലേ അഭിഷേകം പ്രാപിച്ച് നമുക്ക് ദൈവം എത്രയധികം വില തരുന്നുണ്ട്. ഒന്ന് സ്വതന്ത്രം പറയാൻ പറ്റുമോ? ആലയത്തിൽ ആരാധനയ്ക്ക് ഉപയോഗിച്ച പാത്രത്തിന് വേണ്ടി ദൈവം ഒരു സാമ്രാജ്യത്തിന്റെ രാജാവിന്റെ ഏപ്പിനെ അഴിച്ചു കളഞ്ഞ ദാനിയേൽ പ്രവചനം 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് അല്ലേ? അവന്റെ ഏപ്പാടിയെന്ന്. അങ്ങനെയെങ്കിൽ ഇത് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അവരിൽ എത്രയധികമാണ് നമ്മൾ. അങ്ങനെയെങ്കിൽ ഇത് രാത്രി ദൈവത്തിന് കരം നമുക്ക് വേണ്ടി ചലിക്കട്ടെ. വേഗത്തിൽ പോകാം. 10-ാമത്തെ വാക്യം. 10-ാമത്തെ വാക്യം. അവർ 1-ാം കാവലും 2-ാമത്തേതും കടന്ന് പട്ടണത്തിൽ ചെല്ലുന്ന ഇരുമ്പ് വാതിൽക്കലെത്തി. ഒത്തിരി കാര്യങ്ങൾ അവിടെ പറയാനുണ്ട്. നമ്മുടെ മുൻപിൽ സമയം കുറവായാണ് നിർത്തുക. 1-ാം വാതിൽ എന്ന് പറഞ്ഞ് 2-ാമത് എഴുതിയിരിക്കുക. 2-ാം വാതിൽ എന്നല്ല പറഞ്ഞത്, 2-ാമത്തേതും കടന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1-ാം വാതിൽ ഏതാ? ഈ കാരാഗ്രഹത്തിന്റെ വാതില. ദൂതൻ ഇറങ്ങി പടയാളികൾ ബോധം നോക്കി നിൽക്കുമ്പോൾ പടയാളികൾ കണ്ടോ, അവനിങ്ങനെ സ്റ്റാച്യു പോലെ, നമ്മുടെ തുണിക്കടയിലൊക്കെ ചില രൂപം നിൽക്കുന്നത് കണ്ടിട്ടില്ലേ? അതേപോലെ നിപ്പോണ്ടെന്ന്. ഇന്നലകളിൽ നിന്റെ കൈമേൽ നിന്ന് കെട്ടിയവൻ, ഇന്നലകളിൽ നിന്നെ ഒതുക്കാൻ നോക്കിയവൻ പാടം പോലെ അവിടെ നിൽക്കുമ്പോൾ കൃപ പ്രാപിച്ച നീ ഇനി യാത്ര തുടങ്ങാൻ പോകുന്നു. ഇന്ന് രാത്രി പ്രിയമുള്ളവരെ, ചില യാത്രകളുടെ തുടക്കമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. എന്നെ വിളിച്ച് അഭിഷേകത്തോട് ഞാൻ പറയാം, നിങ്ങളുടെ മിനിസ്ട്രിയിൽ ചില യാത്രയപ്പ് മീറ്റിങ്ങൾ തുടങ്ങാൻ പോകുന്നുവെന്ന് ഇതിനകത്തിന് പ്രവചിച്ചു പറയാം. സ്വത്രം പുറത്തു വിടാതെ വണ്ണം ചങ്ങലക്കിട്ട് പൂട്ടിയിട്ട് ചോദിക്കാൻ കഴിയാതെ ഒരു യോഗ്യതകൾ ഒത്തിരി ഉണ്ടായിട്ടും പുറത്തു വിടാതെ ഇന്നലെ കെട്ടിവെച്ച ചിലതിനെ ആത്മാവ് കെട്ടിവെച്ചവരുടെ മുമ്പിൽ കൂടെ തന്നെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഇത് രാത്രി ആത്മാവിൽ സ്വതന്ത്രം പറഞ്ഞാട്ടെ. 1-ാം കാവലും 2-ാമത്തേതും എന്ന് പറഞ്ഞാൽ റോമൻ കാരാഗ്രഹത്തിന്റെ സ്ട്രക്ചർ അനുസരിച്ച് 2-ാമത്തെ വാതിൽ അതിശക്തമായ സെക്യൂരിറ്റിയാണ്. സ്തോത്രം. 1-ാമത്തേതിൽ രക്ഷപ്പെട്ടേക്കാം, പക്ഷെ 2-ാമത്തെ വാതിൽ കടക്കാൻ അല്പം പ്രയാസമാണ്. കാരണം എന്താ? ആ വാതിൽ കൂടെയാണ് സൈനിക മേഖലകളിലേക്ക് സൈനിക പടത്തലവന്മാരും ആയുധങ്ങൾ സൂക്ഷിച്ചേക്കുന്ന വഴികളും 2-ാമത്തെ വാതിലോട് ചേർന്നാണെന്ന് വേദപഠിതാക്കൾ പറയുന്നു. അങ്ങനെയെങ്കിൽ അവിടെ സെക്യൂരിറ്റി കൂടുതലാ. സ്തോത്രം അല്ലെ? അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി പ്രിയമുള്ളവരെ, ശത്രു എത്ര സെക്യൂരിറ്റിയായി ഉറപ്പിച്ച വാതിലും ദൈവം ഇതിനു വേണ്ടി സ്വയം തുറക്കാൻ തുടങ്ങും. 3, പട്ടണത്തിലേക്ക് പ്രവേശിക്കുന്ന ഇരുമ്പ് വാതിൽക്കൽ അവരെത്തി. വചനം എടുത്തിരിക്കുന്നു, അത് അവർക്ക് സ്വതവേ തുറന്നു. അപ്പോ എനിക്കിവിടെ തുറക്കാൻ വേണ്ടി ആരെങ്കിലും വിടണേ കർത്താവേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ വേണ്ട, നീ എഴുന്നേറ്റ് നിന്നാൽ സ്വയം തുറക്കും. നമ്മളെ ചില സൂപ്പർ മാർക്കറ്റ്, എന്റെ വീടിനടുത്ത് മോർ എന്ന് പറഞ്ഞൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. ഞാന് ചെന്നപ്പോ സ്വതന്ത്രം, ഞാൻ അടുത്തോട്ട് ചെന്നപ്പോ ആ ഗ്ലാസിന്റെ വാതിൽ തന്നെ തുറന്നു പോയി. എന്റെ വീടിനടുത്ത് ഇപ്പൊ സ്വയംവര സെൽസ് അവർ പുതുക്കി പണി തരുന്നു. ആ ഡോറും അങ്ങനെ. നമ്മൾ വാഹനം പാർക്ക് ചെയ്തിട്ട് കടയുടെ മുമ്പിലോട്ട് കയറി ചെല്ലുമ്പോ ഡോർ തന്നെ തുറന്നു. പണ്ട് 2 തെക്കുവച്ച് വലിച്ചൊക്കെ തുറക്കുമായിരുന്നു, പക്ഷെ ഇപ്പൊ സ്വയം തുറക്കുക. ഇതൊക്കെ കാണുമ്പോ എനിക്ക് ചിരി വരുന്ന എന്താ അറിയാമോ? പത്രോസിന് മുമ്പിൽ ഇരുമ്പ് വാതിൽ ഇതുപോലെ സ്വയം തുറന്നു കൊടുത്തെന്ന്. പടയാളികൾ രാത്രി താഴിട്ട് പൂട്ടി അടച്ചുറപ്പ് വരുത്തിയ വാതിൽ പത്രോസ് എഴുന്നേറ്റ് നിൽക്കുമ്പോ അവനുണ്ട് സ്വയം തുറന്നു കൊടുത്തെങ്കിൽ, ഈ 11 മണിയാകാൻ പോകുന്ന സമയത്ത് നിങ്ങൾ പ്രാർത്ഥന കഴിഞ്ഞ് നിൽക്കുമ്പോൾ ചില വാതിലുകൾ തുറന്നു വരുന്ന വാർത്തയ്ക്കായി ഞാൻ ആമേൻ പറയുന്നു. നിങ്ങൾക്ക് ലഭിക്കുന്ന ഇമെയിലുകൾ, നിങ്ങൾക്ക് ലഭിക്കുന്ന ടെക്സ്റ്റ് മെസ്സേജുകൾ, നിങ്ങൾക്ക് വരുന്ന അടുത്ത കോളുകൾ ആമേൻ ഈ പ്രാർത്ഥനയുടെ മറുപടി ആയിരിക്കട്ടെ എന്ന് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. 11-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ഹെരോദാവിന്റെ കയ്യിൽ നിന്നും യഹൂദ ജനത്തിന്റെ പ്രതീക്ഷയിൽ നിന്നും, അതാ നമ്മൾ പറഞ്ഞു വന്നേ. നോക്കിക്കേ, ഇന്ന് രാത്രി
അധികാരമണ്ഡലങ്ങളുടെ ഏതധികാരമണ്ഡലം? പൗലോസ വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടും. അങ്ങനെയെങ്കിൽ ആ അധികാര മണ്ഡലങ്ങൾ കൈനീട്ടുമ്പോൾ അവന്റെ കൈക്ക് നേരെയും അടുത്തത് യാമസ്വത്രം ചില മനുഷ്യരുടെ പ്രതീക്ഷകളുണ്ട്. നമ്മൾ അവസാനിക്കണമെന്നുള്ള പ്രതീക്ഷ. ആ പ്രതീക്ഷയ്ക്കും എതിരെ യഹോവ എനിക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്ന് ഞാൻ വാസ്തവമായി അറിയുന്നു. ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ. ഹെരോദാവിന്റെ കയ്യിൽ നിന്നും യഹൂദ ജനത്തിന്റെ സകല പ്രതീക്ഷയിൽ നിന്നും എന്നെ വിടുവിച്ചു എന്ന് ഞാൻ ഇപ്പോൾ വാസ്തവമായി അറിയുന്നു. വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ. വാസ്തവമായി അറിയുന്നു. കണ്ണുകളടയ്ക്കാൻ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം.